I would like to share the word of God these days with you under the central theme, Wisdom in War. ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവവചനം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് യുദ്ധത്തിലുള്ള സാമർഥ്യം അല്ലെങ്കിൽ ജ്ഞാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. For our key verse, let's turn to Proverbs chapter 24 and read verse 6. നമ്മുടെ ധ്യാനത്തിനായി കുറിവാക്യം സദൃശവാക്യം 24 അധ്യായത്തിന്റെ 6 വാക്യം വായിക്കാം. ഭരണസാമർത്ഥ്യത്തോടെ നീ യുദ്ധം നടത്തി ജയിക്കും, മന്ത്രിമാരുടെ ബഹുത്വത്തിൽ രക്ഷയുണ്ട്. For by wise counsel thou shalt meet thy war, and in multitude of counselors there is safety. I'm not going to speak to you about the wars that are going on in the world. ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. This theme is about the wars that go on in our heart. നമ്മുടെ ഹൃദയങ്ങളിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. However, in the course of this message we might look at some wars, God permitting, and we'll use that only to know how to tackle the wars of our heart. ഈ ദൂത പുരോഗമിക്കുമ്പോൾ ദൈവം അനുവദിച്ചാൽ ചിലപ്പോൾ നാം ചില യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന യുദ്ധങ്ങളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കണം അല്ലെങ്കിൽ നേരിടണം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. The intelligence department of Israel is called Mossad. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ ചാരസംഘടന അറിയപ്പെടുന്നത് മൊസാദ് എന്ന പേരിലാണ്. Mossad has a motto which is a verse from the Bible. മൊസാദിനൊരു ആപ്തവാക്യമുണ്ട്, അത് വിശുദ്ധ ബൈബിളിൽ നിന്നുള്ളതാണ്. And it is this verse that we read, Proverbs 24:6. അത് ഇപ്പോൾ നാം വായിച്ചു കേട്ട സദൃശവാക്യം 24 അധ്യായത്തിന്റെ 6 വാക്യമാണ്. One translation says, use wise strategies to wage your war. ഒരു പരിഭാഷ പ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ യുദ്ധങ്ങൾ നടത്തുവാൻ ബുദ്ധിയുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുക, യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. So that means don't just engage in battle. There is thinking and planning when you fight a war. Do it well. വെറുതെ യുദ്ധം ചെയ്യുക എന്നുള്ളതല്ല, ഒരു യുദ്ധം ചെയ്യുമ്പോൾ വളരെ ചിന്തിച്ച് ആലോചിച്ച് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. Our life is a battle. നമ്മുടെ ജീവിതം തന്നെ ഒരു യുദ്ധമാണ്. Whether we like it or not, we are born into this battle. നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം ഈ യുദ്ധത്തിന്റെ മധ്യയിലേക്ക് വന്നിരിക്കുന്നു. So there is no escape from this battle. അതുകൊണ്ട് യുദ്ധത്തിൽ നമുക്ക് ഒഴിഞ്ഞു പോകാവതല്ല. We are born in the battle and therefore we have to fight. നാം യുദ്ധത്തിലാണ് ജനിച്ചിരിക്കുന്നത് തന്നെ, അതുകൊണ്ട് നാം യുദ്ധം ചെയ്തേ മതിയാകും. And there are rewards for fighting well and there are punishments for not fighting well. നന്നായി യുദ്ധം ചെയ്യുന്നതിന് പ്രതിഫലവും ശരിയായി യുദ്ധം ചെയ്യാതിരിക്കുന്നതിന് ശിക്ഷയുമുണ്ട്. Therefore we have to know how to fight. അതുകൊണ്ട് നാം എങ്ങനെ യുദ്ധം ചെയ്യണം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. In a street fight there are no rules. തെരുവിൽ കിടന്നൊരു വഴക്കിന് യാതൊരു നിയമങ്ങളുമില്ല. Everybody picks up a stone or a weapon or a stick or a bottle and they will barge and against the enemy. They will scream, they will fight. There's no organizing in a street fight. ഒരു തെരുവ് യുദ്ധത്തിൽ കയ്യിൽ കിട്ടുന്നത് എന്തും ആയുധമാക്കിക്കൊണ്ട് ഒരു കല്ലോ കമ്പോ കുപ്പിയോ ഒക്കെ എടുത്ത് തമ്മിൽ അത് എറിയുകയോ അത് ഉപയോഗിക്കുകയോ ഒച്ചയിടുകയോ നിലവിളിക്കുകയോ കൂവുകയോ ഒക്കെ ചെയ്തുകൊണ്ട് യാതൊരു നിയമങ്ങളും ഇല്ലാതെയാണ് തെരുവ് യുദ്ധം ചെയ്യുന്നത്. But when nations fight each other, എന്നാൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ they don't do that. They don't fight like street fights. അവരങ്ങനെയല്ല, ഈ ഒരു തെരുവ് യുദ്ധം പോലെയല്ല അവര് പോരാടുന്നത്. They hold meetings. അവര് യോഗങ്ങൾ നടത്തുന്നു. The heads of state consult one another. രാജ്യ തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. They will chalk out plans. അവർ പദ്ധതികൾ ഉരുവാക്കുന്നു. And they will use strategies to wage their war. യുദ്ധം ചെയ്യുവാൻ യുദ്ധതന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നു. So this verse is telling us also, in our life's battles also we have to use strategy. That means don't fight your battles like people fight in street fights. ഈ തിരുവചനം പറയുന്നത് നമ്മുടെയും ജീവിതത്തിൽ യുദ്ധങ്ങളുണ്ട്. ആ യുദ്ധങ്ങൾ നേരിടേണ്ടതിന് നാം യുദ്ധതന്ത്രങ്ങൾ ഭരണസാമർഥ്യം ഉപയോഗിക്കണം. തെരുവ് യുദ്ധം പോലെ വഴിയിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് പോലെ നമ്മൾ യുദ്ധം ചെയ്യരുത്. In your life's battles, think well, plan well and come to wise conclusions. നിങ്ങളുടെ ജീവിതത്തിന്റെ യുദ്ധങ്ങളിൽ നിങ്ങൾ ശരിയായി ആലോചിച്ച് ചിന്തിച്ച് നല്ല പദ്ധതി ഉണ്ടാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി യുദ്ധം ചെയ്യണം. If you read the Bible with this lens of this subject called wisdom in war,
ഈ യുദ്ധത്തിലുള്ള ഭരണ സാമർഥ്യം അല്ലെങ്കിൽ ജ്ഞാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ണിൽ കൂടെ നാം ഈ വേദപുസ്തകം വായിച്ചാൽ the whole Bible contains counsel on how we have to fight life's battles. ജീവിതത്തിന്റെ യുദ്ധങ്ങളെ നാം എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മുഴുവൻ വേദപുസ്തകത്തിലും ആലോചനകൾ അടങ്ങിയിരിക്കുന്നു. The decisions we have to make, നാം എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ, the plans we have to make, നാം ഉണ്ടാക്കേണ്ടതായ പദ്ധതികൾ, the rules of warfare, യുദ്ധത്തിന്റേതായ നിയമങ്ങൾ, the weapons of warfare, ഈ യുദ്ധത്തിന്റെ ആയുധങ്ങൾ, who our enemies are, ആരാണ് നമ്മുടെ ശത്രുക്കൾ. all this is scattered throughout the scriptures. ഇത് തിരുവചനത്തിലെമ്പാടും ചിതറിക്കിടക്കുന്നു. So when we are all going through battles in our life, നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ യുദ്ധങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, so we are all going through battles in our life. നാം എല്ലാം നമ്മുടെ ജീവിതത്തിൽ യുദ്ധങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. So when the Bible says do all things without murmurings and disputings, തിരുവചനം പറയുന്നത് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിനെന്നാണ്. that's a war instruction. അതൊരു യുദ്ധത്തിനുള്ള നിർദ്ദേശമാണ്. When the Bible tells us fight the good fight of faith, lay hold on eternal life, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക എന്ന് ബൈബിൾ പറയുമ്പോൾ that's a war instruction. അത് യുദ്ധത്തിനുള്ള ഒരു നിർദ്ദേശമാണ്. When the Bible says be wise as serpents but harmless as doves, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ എന്ന് ബൈബിൾ പറയുമ്പോൾ that's a war instruction. അത് യുദ്ധത്തിനുള്ളൊരു നിർദ്ദേശമാണ്. So like this, all over the Bible, hidden in the scriptures are instructions for our personal battles. ഈ ബൈബിൾ മുഴുവനും തിരുവചനത്തിൽ മറഞ്ഞിരിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ യുദ്ധത്തിനുള്ള നിർദ്ദേശങ്ങളാണ്. You see so many literal battles in the Old Testament scriptures. പഴയ നിയമ തിരുവചനങ്ങളിൽ നമുക്ക് പല വിധത്തിലുള്ള അക്ഷരിക യുദ്ധങ്ങൾ കാണുവാൻ സാധിക്കും. Why are they written down? എന്തുകൊണ്ടാണ് അവ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്? To learn about the history of Israel? ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുവാനാണോ? No, hidden in those battles, those little battles, are cryptic messages for us human beings on how we should fight our battles. ആ അക്ഷരികമായ യുദ്ധങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ മറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മീയ യുദ്ധങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ആത്മീയ യുദ്ധങ്ങൾ മനുഷ്യരായ നാം എപ്രകാരം ചെയ്യണം എന്നുള്ള ആ തിരുവചന സത്യങ്ങളാണ്. When in the early days of Sunday school or our upbringing, we may have learned these just as stories, but these contain messages on strategies, the do's and don'ts of spiritual warfare. നമ്മുടെ ജീവിതത്തിന്റെ സൺഡേ സ്കൂളിന്റെ ആരംഭത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇത് നാം ഒരുപക്ഷെ കഥകളായിട്ടായിരിക്കാം പഠിക്കുന്നത്. എന്നാൽ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന യുദ്ധങ്ങൾ നാം ഉപയോഗിക്കേണ്ടത് യുദ്ധതന്ത്രങ്ങളാണ് അവയിൽ അടങ്ങിയിരിക്കുന്നത്. In the Bible are mentioned the lives and the testimonies of men and women who lived good lives and who lived bad lives. നല്ല ജീവിതവും മോശമായ ജീവിതവും നയിച്ചതായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതവും സാക്ഷ്യവും തിരുവചനത്തിലുണ്ട്. Their life history has been recorded in the scriptures so that we might know how to fight our lives, our battles, how to live our lives and how not to fight our battles. അവരുടെ ജീവചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് കാരണം നമ്മുടെ ജീവിതം നാം എങ്ങനെ നയിക്കണമെന്നും നമ്മുടെ യുദ്ധങ്ങൾ നാം എപ്രകാരം ചെയ്യണമെന്നും എപ്രകാരമാണ് നമ്മുടെ ജീവിതം നയിക്കാതിരിക്കേണ്ടത് എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതിനായിട്ടാണ്. So when the Bible says by wise counsel thou shalt make thy war, വേദപുസ്തകം ഭരണ സാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക എന്ന് പഠിപ്പിക്കുമ്പോൾ the Bible says don't be in a hurry, think and come to conclusions before you make your decisions. അതിന്റെ അർത്ഥം നിങ്ങളൊരു തീരുമാനമെടുക്കുവാൻ ധൃതി പിടിക്കരുത്. നിങ്ങൾ നിന്ന് ആലോചിച്ച് ചിന്തിച്ച ഒരു തീരുമാനമെടുക്കണം. We all have inside us what is called the nature of sin. നമ്മുടെ എല്ലാം ഉള്ളിൽ പാപത്തിന്റെ പ്രകൃതം സ്വഭാവം ഉണ്ട്. There are many definitions for this nature of sin. ഈ പാപ സ്വഭാവത്തിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. One definition for this nature of sin is the first wrong impulse. പാപത്തിന്റെ പ്രകൃതത്തിന്റെ ഒരു വ്യാഖ്യാനം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വരുന്ന ആദ്യത്തെ പച്ചയായ പ്രതികരണം എന്നുള്ളതാണ്. I don't want to explain a lot on this, but the nature of sin means
It's the inclination that all of us have towards sin. While we are born itself, we are born crooked, inclined towards sin. ഈ പാപപ്രകൃതത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ ഒരു അർത്ഥം, ഒരു വ്യാഖ്യാനം ഇപ്രകാരമാണ്: നമുക്ക് പാപത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ജനിച്ചപ്പോൾ തന്നെ പാപത്തോട് ഒരു ചായ്വുള്ളവരായി, പാപത്തോട് ഒരു ആകർഷണത്വമുള്ളവരായിട്ടാണ്, അത് ചെയ്യാൻ ഒരു പ്രേരണയുള്ളവരായിട്ടാണ് നാം ജനിച്ചത്. When God made man, when God made Adam and Eve, He made them upright, neutral. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദാമിനെയും ഹവ്വായെ സൃഷ്ടിച്ചപ്പോൾ അവരെ പരമാർത്ഥികളായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചായ്വില്ലാത്ത വിധത്തിലാണ് അവരെ സൃഷ്ടിച്ചത്. But when man chose to do evil, എന്നാൽ മനുഷ്യൻ തിന്മ ചെയ്യുവാൻ തിരഞ്ഞെടുത്തപ്പോൾ, this evil became something hereditary inside us. All of mankind got that inclination towards sin. ഈ തിന്മ എന്നുള്ളത് നമുക്ക് പാരമ്പര്യമായി മാറുവാനിടയായി. പാപം എന്നുള്ളത് നമുക്ക് പാരമ്പര്യമായി, പാപപ്രകൃതം എന്നുള്ളത് പാരമ്പര്യമായി ലഭിക്കുവാനിടയായി. One meaning or symptom of this inclination towards sin is that we have what is called the first wrong impulse. ഈ പാപപ്രകൃതത്തോടുള്ള നമ്മുടെ ആ ചായ്വ്, അതിന്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ആദ്യത്തെ പച്ചയായ പ്രതികരണം എന്നുള്ളതാണ്. For example, ഉദാഹരണമായി, when I get angry, എനിക്ക് കോപം വരുമ്പോൾ, or when lust rises up within me, അല്ലെങ്കിൽ മോഹം എന്റെ ഉള്ളിൽ വരുമ്പോൾ, lust and anger will not allow me to think as Proverbs 24:6 advises me. ഈ സദൃശവാക്യം 24:6 എനിക്ക് ഉപദേശം തരുന്നത് പോലെ എന്റെ ഉള്ളിൽ ഉയരുന്നതായ ആ മോഹവും കോപവും ചിന്തിക്കുവാൻ എന്നെ അനുവദിക്കുകയില്ല. When I get angry, this first wrong impulse rises up within me. എനിക്ക് കോപം വരുമ്പോൾ എന്റെ ഉള്ളിൽ ആ പച്ചയായ ആദ്യത്തെ പ്രതികരണമാണ് ഉയർന്നു വരുന്നത്. That means before these war instructions in the scriptures can emerge, something else emerges within me that is against the truth. അതായത് വേദപുസ്തകത്തിൽ യുദ്ധതന്ത്രങ്ങൾ, യുദ്ധത്തിനുള്ള നിർദ്ദേശങ്ങൾ തന്നിരിക്കുന്നത് എന്റെ മുമ്പിൽ ഉയരുന്നതിന് മുമ്പ് മറ്റൊന്നോ എന്തോ സത്യത്തിന് വിരുദ്ധമായിട്ടൊന്ന് എന്റെ ഉള്ളിൽ ഉയർന്നു വരികയാണ്. That means self-pity rises up within me. Self-pity rises up within me. അതായത് സ്വയം തോന്നുന്ന സഹതാപം എന്റെ ഉള്ളിൽ ഉയരുന്നു. Or I point fingers at others quickly. ഞാൻ പെട്ടെന്ന് മറ്റുള്ളവരെ വിരൽ ചൂണ്ടുന്നു. Or I pick up the phone and I will start moaning and lamenting about my situation to others. ഞാൻ ഫോൺ എടുത്ത് മറ്റുള്ളവരോട് എന്റെ അവസ്ഥകളെ കുറിച്ച് കരയുവാനും വിലപിക്കുവാനും തുടങ്ങുന്നു. Or I will lose my appetite and I won't eat for many meals or many days. അല്ലെങ്കിൽ എന്റെ വിശപ്പ് നഷ്ടപ്പെട്ട് പല നേരമോ പല ദിവസങ്ങളോ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു. Or I might want to die quickly. അല്ലെങ്കിൽ പെട്ടെന്ന് മരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Or I might wish that those human enemies of mine die quickly. അല്ലെങ്കിൽ എന്റെ മനുഷ്യരായ ആ എതിരാളികൾ പെട്ടെന്ന് മരിച്ചെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Or we might spiritualize this first wrong impulse. Instead of saying something is wrong with me, I cover it by saying, when can I meet Jesus? When can I meet Jesus? നമ്മുടെ ഉള്ളിലുള്ളതായ ഈ പച്ചയായ പ്രതികരണത്തെ നാം തിരിച്ചറിയണം. നാം അതിനെ മറച്ചു വെക്കുകയല്ല, മറച്ചു വെച്ചുകൊണ്ട് അയ്യോ ഞാൻ എങ്ങനെയാണ് യേശുവിനെ കാണുന്നത്, എപ്പോഴാണ് യേശുവിനെ കാണുന്നത് എന്ന് നാം പ്രതികരിക്കുകയല്ല ചെയ്യേണ്ടത്. But we need wisdom in war. നമുക്ക് യുദ്ധത്തിൽ ഭരണസാമർഥ്യം വേണം. Peter was a short-tempered person. പത്രോസ് ഒരു ക്ഷിപ്രകോപിയായിരുന്നു. He won't think. താൻ ചിന്തിക്കുകയില്ല. This first wrong impulse was strong in him. ഈ പച്ചയായ ആദ്യത്തെ പ്രതികരണം തന്റെ ഉള്ളിൽ ശക്തമായിരുന്നു. He was Jesus' disciple. താൻ യേശുവിന്റെ ശിഷ്യനായിരുന്നു. But without asking Jesus' permission, he took a sword out of his sheath and cut off a man's ear. യേശുവിന്റെ അനുവാദം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഉറയിൽ നിന്നൊരു വാൾ വലിച്ചൂരി ഒരു മനുഷ്യന്റെ കാത് മുറിച്ചു കളഞ്ഞു. So that is how this nature of sin works in each one of us. We don't think well. That's why in this war we fail. അങ്ങനെയാണ് ഈ പാപ സ്വഭാവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അത് നമ്മെ ചിന്തിക്കുവാൻ അനുവദിക്കുകയില്ല. അത് അങ്ങനെയാണ് നാം പരാജയപ്പെട്ടു പോകുന്നതും. So we must think well, because we are all going through battles in our life. So the word of God advising us today is, you need to be wise in fighting your battles. നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ യുദ്ധങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നാം അതുകൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം യുദ്ധം ഭരണസാമർഥ്യത്തോടെ നടത്തേണ്ടവരാണ്, അല്ലെങ്കിൽ ജ്ഞാനത്തോടെ നടത്തണം എന്നുള്ളതാണ്. So we are going to see in a short while how
God allows these battles. He knows what is going on in our life and He is permitting it for a noble reason. എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നതെന്ന് നാം അല്പം കഴിഞ്ഞ് കാണുവാനിടയാകും. ദൈവമെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ ദൈവം ഇതെല്ലാം അനുവദിക്കുന്നതിന് പുറകിൽ ഒരു ശരിയായ കാരണമുണ്ട്. When you look at the Old Testament, പഴയ നിയമത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ, wars in Israel were holy. ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ വിശുദ്ധമായിരുന്നു. Because before they went to war, the priests encouraged them. കാരണം അവർ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പുരോഹിതന്മാർ അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. When they went to war, they took the Ark of the Covenant with them. അവർ യുദ്ധത്തിന് പോയപ്പോൾ ആ നിയമപ്പെട്ടകം അവർ കൂടെ കൊണ്ടുപോയി. When the war was being waged, the priests would blow the trumpet to encourage them and make them aware that God was in their midst. യുദ്ധം നടക്കുന്ന സമയത്ത് അവരെ ധൈര്യപ്പെടുത്തേണ്ടതിനും ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്നവർക്ക് ഉറപ്പ് നൽകേണ്ടതിനുമായി പുരോഹിതന്മാർ കാഹളങ്ങൾ ഊതിയിരുന്നു. In the same way, dear brother and sister, അതുപോലെ പ്രിയ സഹോദര സഹോദരി, the wars that you are facing are holy. നിങ്ങൾ നേരിടുന്ന യുദ്ധങ്ങളും വിശുദ്ധമാണ്. God has allowed it in your life for a noble reason. ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചതിന് പുറകിൽ ഒരു നല്ല കാരണമുണ്ട്. Nothing happens by accident in your life. നിങ്ങളുടെ ജീവിതത്തിൽ യാദൃച്ഛിക ഒന്നും സംഭവിക്കുന്നില്ല. Our God is an omniscient God. Nothing escapes His notice. നമ്മുടെ ദൈവം സർവ്വവും കാണുന്ന ഒരു ദൈവമാണ്. അവൻ കാണാതെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. Because your battles are holy and they are allowed with a holy purpose. നിങ്ങളുടെ യുദ്ധങ്ങൾ വിശുദ്ധമായിരിക്കുന്നത് കൊണ്ട് അതൊരു വിശുദ്ധ ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്. It is very important for us to handle these trials or these difficult situations well. ഈ പരീക്ഷകൾ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ നാം വളരെ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാകുന്നു. There are some students who don't like to study. പഠിക്കുവാൻ ഇഷ്ടമില്ലാത്ത ചില കുഞ്ഞുങ്ങളുണ്ട്. They are forced by their parents to go to school and to study. അവര് സ്കൂളിൽ പോകുവാനും പഠിക്കുവാനും മാതാപിതാക്കൾ അവരെ നിർബന്ധിക്കുന്നു. When I was studying in college, I knew some boys who brought one notebook for all their subjects. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിനും വേണ്ടി ഒരു നോട്ട്ബുക്ക് മാത്രം കൊണ്ടുവരുന്ന ചില ആൺകുട്ടികളെ എനിക്കറിയാം. The same book, all the subjects they will write their notes. ഒരേ ഒരു നോട്ട്ബുക്ക്, അതിലെല്ലാ വിഷയങ്ങളും അവർ എഴുതും. So I would wonder, when exam comes, what are they going to do? അപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, പരീക്ഷ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന്. They have to peep into the neighbors' books. അവര് അടുത്തിരിക്കുന്നവരുടെ പേപ്പറിലേക്ക് എത്തി നോക്കേണ്ടി വരും. So just like that, there are ways in which we are bad students when we write our exams. That is the wars that we face. നാം ഇതുപോലെ പലപ്പോഴും മോശം കുട്ടികളാകുന്ന സമയങ്ങളുണ്ട് നമ്മുടെ യുദ്ധങ്ങൾ നാം നേരിടുമ്പോൾ, അല്ലെങ്കിൽ നാം ഇതുപോലെ പരീക്ഷകൾ എഴുതുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ. So don't be lazy in writing your spiritual exams, that is, in fighting your war. നിങ്ങളുടെ ആത്മീക പരീക്ഷകൾ എഴുതുന്നതിൽ നിങ്ങൾ ഉദാസീനതയുള്ളവരാകരുത്, അതായത് നിങ്ങളുടെ ആത്മീക യുദ്ധങ്ങളിൽ. One day one young girl said, ഒരിക്കലൊരു യൗവനക്കാരിയായ പെൺകുട്ടി പറഞ്ഞു, when she was studying for her exams, തന്റെ പരീക്ഷയ്ക്കായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, she said, brother, I don't like Isaac Newton, the man who discovered gravity. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതായ ഐസക് ന്യൂട്ടനെ എനിക്ക് ഇഷ്ടമല്ല ബ്രദർ. I said, why? ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്. He said, she said, when the apple fell on his head, he could have eaten the apple and gone his way. Instead of that, he found this gravity. Now I am having to sit and study all this. He is gone, now I am suffering, she said. പെൺകുട്ടി ഇപ്രകാരമാണ് പറഞ്ഞത്. തന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അതെടുത്ത് തിന്നിട്ട് തന്റെ വഴിക്ക് പോകുന്നതിന് പകരം താൻ ഇരുന്നിട്ട് ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ച് അതുകൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ ഇപ്പൊ ഇരുന്ന് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. Don't be lazy like this. ഇതുപോലെ നിങ്ങൾ മടിയന്മാരാകരുത്. You are in the middle of the battle, whether you like it or not, you have to fight it. So what you have to fight well. നിങ്ങളൊരു യുദ്ധത്തിന്റെ നടുവിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളത് യുദ്ധം ചെയ്തേ തീരൂ. അതുകൊണ്ട് നിങ്ങൾ ശരിയായ വിധത്തിൽ നന്നായി യുദ്ധം ചെയ്യുക. Thank God we have a good teacher. നമുക്ക് നല്ല ഒരു അധ്യാപകനുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. In Ephesians 4 and verse 21 in English, I don't know which verse it's in Tamil, in Malayalam, it says that Jesus is our teacher. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു നല്ല അധ്യാപകൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. Read that please. വാക്യം വായിക്കാം. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. If so be that we have heard him and have been taught by him, as the truth is Jesus. Ye have been taught by him.
അവൻ നിങ്ങളെ പഠിച്ചത് എന്നവിടെ എഴുതിയിരിക്കുന്നു. So we are learning him and we are being taught by him also. നാം അവനിൽ നിന്ന് പഠിക്കുന്നു, അവൻ നമ്മെ പഠിപ്പിക്കുന്നു. So he is our teacher. So when we face a trial, he is there to tell us, to give us counsel on how to do it. അവനാണ് നമ്മുടെ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ അധ്യാപകൻ. നമുക്ക് ഒരു പരീക്ഷ നേരിടുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതിന് അവൻ നമ്മോടുകൂടെയുണ്ട്. Secondly, in 1 John chapter 2 and verse 27, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, we read that the anointing, a little while ago we all got filled in the Holy Spirit. That anointing teaches us. നാം അല്പസമയം എല്ലാവരും ആത്മാവിൽ നിറഞ്ഞുവല്ലോ. അവിടെ നാം വായിക്കുന്നത് അഭിഷേകം നമ്മെ ഉപദേശിക്കുന്നു. So don't be like that bad student who will never learn, but be good students of these good teachers, because we have been brought into a good college to fight our battles well. കുട്ടികളെ പോലെ ചീത്ത മോശം കുട്ടികളായി തീരരുത്, നല്ല കുട്ടികളായിരിക്കണം. കാരണം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നല്ല അധ്യാപകന്റെ അടുക്കലും നല്ല ഒരു കലാലയത്തിലേക്കുമാണ്. In Matthew chapter 7, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം verses 24 and 25, 24-25 വാക്യങ്ങളിൽ, that is Jesus speaking on the Sermon on the Mount. യേശു തന്റെ മലപ്രസംഗം നടത്തുകയാണ്. Read that please. അത് വായിക്കാം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമട ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. Therefore whosoever heareth these sayings of mine and doeth them, I will liken him unto a wise man which built his house upon a rock. And the rain descended, and the floods came, and the winds blew, they beat that upon that house, and it fell not, for it was founded upon a rock. Let's rephrase these verses into our context. നമ്മുടെ ഈ സാഹചര്യത്തിന് അനുസരിച്ച് നമുക്ക് ഇതിന്റെ വാക്കുകളൊന്ന് മാറ്റി നോക്കാം. Jesus the teacher is saying, നമ്മുടെ ഉപദേഷ്ടാവ് അധ്യാപകനായി യേശു പറയുകയാണ്, listen to what I say, obey the rules. The Sermon on the Mount is full of rules about warfare. നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ട് ഞാൻ പറയുന്ന ഈ നിർദ്ദേശങ്ങൾ, ഈ നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മലപ്രസംഗം മുഴുവനും നമ്മുടെ യുദ്ധത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളാണ്. If you listen to what I say, listen to my teachings, my instructions, when you go through a battle in your life, you will win. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ, ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ യുദ്ധങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാം. Almost the entire sermon, when you read it through this lens of wisdom in war, you will see Jesus giving wise instructions in the Sermon on the Mount on how to fight life's battles. നാം യേശുവിന്റെ മലപ്രസംഗം മുഴുവനും ഈ യുദ്ധത്തിലുള്ള ജ്ഞാനം എന്ന ആ ഒരു കണ്ണാടിയിൽ കൂടെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് യേശു ഇപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അവിടെ നൽകുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയും. In Matthew chapter 5, 6 and 7, you will see it contains the Sermon on the Mount. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളാണ് മലപ്രസംഗം എന്നറിയപ്പെടുന്നത്. Jesus tells us how to pray and how not to pray. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതെന്നും യേശു നമ്മെ പഠിപ്പിക്കുന്നു. He says that you must choose the narrow way and not the broad way. നിങ്ങൾ ഇടുക്ക് വഴി തിരഞ്ഞെടുക്കണം, വിശാലമായ വഴി തിരഞ്ഞെടുക്കരുത് എന്ന് യേശു പറയുന്നു. He says that even if human beings rise up against you, love them. നിങ്ങൾക്കെതിരെ മനുഷ്യർ എഴുന്നേറ്റാലും അവരെ സ്നേഹിക്കണമെന്ന് യേശു പറയുന്നു. He says don't be quick to judge others. മറ്റുള്ളവരെ വിധിക്കുവാൻ നിങ്ങൾ തിടുക്കപ്പെടരുത്. Strictly speaking, all these are battle rules. When you obey these instructions, when you are passing through a battle, you will do well, you will win. ഇതെല്ലാം യുദ്ധത്തിനുള്ള നിർദ്ദേശങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യുദ്ധത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇവ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി യുദ്ധം ചെയ്യാം. So these days what we are going to do, ഈ ദിവസങ്ങളിൽ നാം എന്താണ് ചെയ്യുവാൻ പോകുന്നത്, depending on how time is permitting us, we are going to ask ourselves 7 questions in every war that we face. സമയം അനുവദിക്കുന്നതിനനുസരിച്ച് നമുക്ക് നേരിടുന്ന ഓരോ യുദ്ധങ്ങളിലും നാം ചോദിക്കേണ്ടുന്ന 7 ചോദ്യങ്ങളെ കുറിച്ച് കാണുവാൻ പോകുന്നു. They are 7 questions which are in our language. അത് നമ്മുടെ ഭാഷയിലുള്ള 7 ചോദ്യങ്ങളാണ്.
So when you go through a difficult situation in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, some of you might be going through problems of debt. ചിലർ കടഭാരത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. Some of you may be sick. ചിലർ രോഗികളായിരിക്കാം. Some of your family members may not know Jesus and they are persecuting you. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ചിലർ യേശുവിനെ അറിയാത്തവരായി നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. Maybe your children are not listening to you. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ചെവി തരുന്നില്ലായിരിക്കാം. Maybe your parents are not understanding you. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ലായിരിക്കാം. Or maybe you are your own problem. ഒരുപക്ഷെ നിങ്ങൾ തന്നെയായിരിക്കാം നിങ്ങളുടെ പ്രശ്നം. Maybe you're going through some stress or some struggle in your workplace. നിങ്ങളുടെ ജോലി സ്ഥലത്തെ ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിൽ കൂടെയോ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കൂടെയോ കടന്നു പോകുന്നുണ്ടായിരിക്കാം. Maybe your friends whom you trusted him have isolated you and you're feeling lonely. നിങ്ങൾ വിശ്വസിച്ച സ്നേഹിതർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ടായിരിക്കാം. Maybe some people are blaming you for things you have not done. നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. All these are the battles we face. ഇതെല്ലാം നാം നേരിടുന്ന യുദ്ധങ്ങളാണ്. So when we face these situations, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം നേരിടുമ്പോൾ there are 7 questions that we must ask. നാം ചോദിക്കേണ്ടുന്ന 7 ചോദ്യങ്ങളുണ്ട്. So we are going to go into those 7 questions in detail one by one. ആ 7 ചോദ്യത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നൊന്നായി നാം ആഴത്തിൽ കടന്നു പോകുവാൻ പോകുന്നു. God willing, we will look at 2 of those questions today. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇന്ന് അതിന്റെ 2 ചോദ്യങ്ങൾ നമുക്ക് കാണാം. I'll tell you what those questions are. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം. 1 is what. 1 എന്ത് എന്നാണ്. 2 why. 2 എന്തുകൊണ്ട്. 3 who. 3 ആര്. 4 where. 4 എവിടെ. 5 how. 5 എങ്ങനെ. 6 when. 6 എപ്പോൾ. And 7 which. 7 ഏത്. These are 7 questions in our language. ഇത് 7 ചോദ്യങ്ങൾ നമ്മുടെ ഭാഷയിൽ തന്നെ ഉള്ളതാണ്. So what. എന്ത്. Why. എന്തുകൊണ്ട്. Who. ആര്. Where. എവിടെ. How. എങ്ങനെ. When. എപ്പോൾ. Which. ഏത്. So in every situation that you are going through, ask these questions. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. So today we will see just 2 of these questions. ഇന്ന് ഇതിൽ 2 ചോദ്യങ്ങൾ നമുക്ക് കാണാം. Now when I ask these questions, ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, and when I give you answers for these questions, ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ, my answers are generalized answers. എന്റെ ഉത്തരങ്ങൾ പൊതുവിലുള്ളതായ ഉത്തരങ്ങളാണ്. But may God give you the wisdom to translate these answers into your particular battle. നിങ്ങളുടെ പ്രത്യേക യുദ്ധത്തിന് വേണ്ടതായ വിധത്തിൽ ഈ ഉത്തരങ്ങളെ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് ജ്ഞാനം നൽകുമാറാകട്ടെ. So we'll come to the first question, what. ഒന്നാമത്തെ എന്ത് എന്നുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. What is war in the New Testament? Or what is war for you and for me? പുതിയ നിയമത്തിൽ എന്താണ് യുദ്ധം, അല്ലെങ്കിൽ നിങ്ങൾക്കും എനിക്കും എന്താണ് യുദ്ധം? A common definition would be every problem that you face or every trial that you and I face is what we call a war. അതിന്റെ പൊതുവിലുള്ള ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് നിങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങളും ഞാനും നേരിടുന്ന ഓരോ പരീക്ഷയും ഒരു യുദ്ധമാണ്. So when you go through a difficult situation in your life, you are facing a battle. നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ യുദ്ധം നേരിടുകയാണ്. So in this battle that you are going through, you have to ask all these questions. നിങ്ങൾ കടന്നു പോകുന്ന യുദ്ധത്തിൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം. So when you ask this question, what am I going through? In this you must realize I am going through a war, a spiritual war. നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഞാൻ എന്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു ആത്മീക യുദ്ധത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. If you are going to call your difficulty, the problem that you are going through, a problem, you will tend to get rid of it as quickly as possible. നിങ്ങൾ നേരിടുന്ന ആ ബുദ്ധിമുട്ടിനെ ഒരു പ്രശ്നമായി നിങ്ങൾ കാണുന്നുവെങ്കിൽ അതിനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുവാൻ മാറ്റുവാൻ കഴിയും. We human beings have the tendency
want to be happy and free. Life should go on as we like. മനുഷ്യരായ നമ്മുടെ ഒരു പ്രകൃതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. But what is that problem you are facing? പക്ഷെ എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം? It's a spiritual war. അതൊരു ആത്മീക യുദ്ധമാണ്. Therefore, don't just call it a problem and try to get rid of it as early as possible. അതിനെ ഒരു പ്രശ്നം എന്ന് വിളിച്ചുകൊണ്ട് അതിവേഗത്തിൽ അതിനെ ഒഴിവാക്കുവാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. Since it is a war you are facing, നിങ്ങൾ നേരിടുന്ന ഒരു യുദ്ധം ആയിരിക്കുന്നതുകൊണ്ട് you are now a soldier. നിങ്ങൾ ഇപ്പോൾ ഒരു പടയാളിയാണ്. So look at your problem not as a problem, but look at it as a war from a soldier's perspective. നിങ്ങളുടെ പ്രശ്നത്തെ ഒരു പ്രശ്നമായി കാണാതെ ഒരു പടയാളിയുടെ വീക്ഷണത്തിൽ കൂടെ നിങ്ങളുടെ ആ കാര്യത്തെ അതിനൊരു യുദ്ധമായി നിങ്ങൾ കാണുക. Which means you should tackle it and handle it, as we heard in the key verse, with wise counsel, carefully. നാം കുറിവാക്യത്തിൽ കണ്ടതുപോലെ ഭരണ സാമർഥ്യത്തോടെ അല്ലെങ്കിൽ ജ്ഞാനത്തോടെ യുദ്ധം നടത്തുക എന്ന് നാം കണ്ടതുപോലെ നിങ്ങൾ ആ പ്രശ്നത്തെ ഇപ്രകാരം നേരിടേണ്ടിയിരിക്കുന്നു. In the Bible we look at people's lives. There are so many battles that they went through in their personal lives, but they handled it beautifully and they won in their battles. നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിൽ യുദ്ധങ്ങളിൽ കൂടെ, വ്യക്തിപരമായ ജീവിതത്തിൽ യുദ്ധങ്ങൾ കൂടെ കടന്നു പോകുകയും അതിനെ മനോഹരമായി കൈകാര്യം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടുകയും ചെയ്ത ചിലരെ കുറിച്ച് കാണാം. So the first thing that we have to understand about the what of a battle, it's not just something that happened by accident. It has been permitted by God and allowed by God. So look at it through a soldier's perspective. I must fight well and win. അതുകൊണ്ട് എന്താണ് ആ യുദ്ധം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എങ്ങനെയോ യാദൃച്ഛികമെന്ന് സംഭവിച്ചതല്ല, ദൈവം അനുവദിച്ചതാണ്, ദൈവം സമ്മതിച്ചിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ നേരിട്ടത്. അതുകൊണ്ട് ഒരു പടയാളിയുടെ വീക്ഷണത്തിൽ കൂടെ അതിനെ കണ്ട് അതിനെ യുദ്ധം ചെയ്ത് ജയിക്കണം. If you turn to 2 Corinthians chapter 4, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ it is written there that all the trials that we go through are working for us. That is how it is in the English translation. നാം ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. In 2 Corinthians 4:17, 2 കൊരിന്ത്യർ 4:17, the light affliction which is but for a moment is working for us, not against us, a far more and exceeding an eternal weight of glory. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ ഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അത് പ്രവർത്തിക്കുന്നുവെന്നാണ്. So God has allowed it for a good reason. These trials that you don't like, which your flesh wants to get rid of quickly, is actually your friend. It is come to make you a better person. It's working for you, not against you. ഈ പ്രശ്നം അത് നിങ്ങളുടെ നന്മയ്ക്കായി ദൈവം അനുവദിച്ചതാണ്. ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് വാസ്തവത്തിൽ നിങ്ങളുടെ ഒരു സ്നേഹിതനാണ്. നിങ്ങളെ ഒരു നല്ല മനുഷ്യൻ, കുറച്ചുകൂടി നല്ല മനുഷ്യനാക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചതാണ് ആ പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ. So like a lazy student, don't just ask saying, why is God doing this to me? Why everybody is all right, all are happy, all this is happening only to me. Then you are a blind, lazy student. മടിയനായ വിദ്യാർത്ഥിയെ പോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തത്, എല്ലാവരും സന്തോഷമായി സുഖമായി ഇരിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നേരിടുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മടിയനായ അന്ധനായ ഒരു വിദ്യാർത്ഥിയാണ്. So sit down in prayer and ask God. He will teach you how to look at your battle with a soldier's perspective. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുക, ദൈവത്തോട് ചോദിക്കുക. അപ്പോൾ ഒരു പടയാളിയുടെ വീക്ഷണത്തിൽ കൂടെ നിങ്ങളുടെ പ്രശ്നത്തെ നേരിടുവാൻ ദൈവം നിങ്ങളെ പഠിപ്പിക്കും. So when you look at a battle with a soldier's perspective, ഒരു യുദ്ധത്തെ ഒരു പടയാളിയുടെ വീക്ഷണത്തിൽ കൂടെ നിങ്ങൾ കാണുമ്പോൾ you will know how to use your battles well. നിങ്ങളുടെ യുദ്ധം എപ്രകാരം നന്നായി ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം. Every exam in a student's life is allowed, is brought by the institution for the betterment of a student. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ അവൻ നേരിടുന്ന എല്ലാ പരീക്ഷകളും ആ സ്ഥാപനം അനുവദിക്കുന്നതിന് കാരണം അവന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. Supposing your child comes and tells you, I don't like these exams. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് എനിക്ക് ഈ പരീക്ഷ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ what advice will you give your child? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉപദേശമായിരിക്കും കൊടുക്കുന്നത്? Give that same advice to yourself
when you go through a trial. നിങ്ങളൊരു പരീക്ഷയുടെ കൂടെ കടന്നു പോകുമ്പോൾ അതേ ഉപദേശം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുക. Every trial, every difficult situation is either God sent or God permitted. ഓരോ പരീക്ഷയും അല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടേറിയ സന്ദർഭം എന്ന് പറയുന്നത് ഒന്നുകിൽ ദൈവം അനുവദിച്ചതാണ് അല്ലെങ്കിൽ ദൈവം അയച്ചതാണ്. Only to make us better people. നമ്മളെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കി മാറ്റുവാൻ വേണ്ടി മാത്രം. Just like an exam promotes a student from one class to another. ഒരു പരീക്ഷ ഒരു കുഞ്ഞിന് ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് പോലെ. Every trial that God permits in our life is permitted only to make us better and better. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഓരോ പരീക്ഷയും നമ്മെ കൂടുതൽ നല്ലവരായി കുറച്ചുകൂടെ നല്ലവരാക്കി മാറ്റുവാൻ വേണ്ടി മാത്രമാണ്. I want to tell you something very, very important. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Please write this in your notebook and write it in your mind also. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുക. The sufferings that you go through will not promote you. നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുവരികയില്ല. The sufferings that you go through in your life will not take you to heaven. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ നിങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയില്ല. People are suffering in the world also. ലോകത്തിലെ മനുഷ്യർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. So many people are going through injustice in the world also. ലോകത്തിൽ അനേക മനുഷ്യർ അനീതിയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. There are so many boys and girls who have lost their parents. They are living on the streets and the platforms and railway stations. അനേക കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അനാഥരായി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലും ഒക്കെ അലയുന്നവരുണ്ട്. So many people have become widows and homeless and poverty stricken because they lost their husbands. അനേക സ്ത്രീകൾ അവർ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടതുകൊണ്ട് വിധവമാരായി വളരെ കഷ്ടത്തിലൂടെ ബുദ്ധിമുട്ടിക്കൊണ്ട് കടന്നു പോകുന്നവരുണ്ട്. They are not going to go to heaven for that. അവരത് നിമിത്തം സ്വർഗ്ഗത്തിൽ പോകുന്നില്ല. But you will go to heaven when you cooperate with God in those sufferings and you use them to grow. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് ഈ കഷ്ടത്തിൽ നിങ്ങൾ ദൈവത്തോട് സഹകരിക്കുകയും ഇത് നിങ്ങളുടെ പുരോഗതിക്കായി നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ്. When you understand that verse that we read just now, the light affliction that we are going through are working for us, and you take that problem to God and cooperate with Him and use those problems to make you a better person, that is what will take you to heaven, not the problem itself. ഇപ്പോൾ നാം വായിച്ചതുപോലെ നെടുനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനഭയ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ പ്രശ്നവുമായി ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് അത് നിമിത്തം കുറച്ചുകൂടി ഒരു നല്ല മനുഷ്യനായിത്തീരുവാൻ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അതാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത്, അല്ലാതെ ആ പ്രശ്നം ആ കഷ്ടമല്ല. So that is the answer to the question, what is a war? എന്താണ് ഒരു യുദ്ധം എന്നുള്ളതിന്റെ ഉത്തരം അതാണ്. Another question under what? എന്ത് എന്നുള്ളതിന്റെ അടിയിൽ വരുന്ന മറ്റൊരു ചോദ്യം. The same question has a second answer. What is a war? എന്താണ് യുദ്ധം എന്നുള്ള അതേ ചോദ്യത്തിന് മറ്റൊരു ഉത്തരം കൂടിയുണ്ട്. The first answer was every difficulty that I go through, every problem that I face is a war. ഒന്നാമത്തെ ഉത്തരം ഞാൻ കടന്നു പോകുന്ന ഓരോ ബുദ്ധിമുട്ടും ഓരോ പ്രശ്നവും ഒരു യുദ്ധമാണ്. But the second answer, രണ്ടാമത്തെ ഉത്തരം, what is a war? എന്താണ് ഒരു യുദ്ധം? Everything is a war. എല്ലാം ഒരു യുദ്ധമാണ്. Not just difficulties, the whole of life, every normal thing that is happening in life is part of our war. ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സാധാരണ കാര്യങ്ങളും ഒരു യുദ്ധമാണ്. Our sleeping, നമ്മുടെ ഉറക്കം, our eating, നമ്മുടെ ഭക്ഷണം, our talking, നമ്മുടെ സംസാരം, our reading, നമ്മുടെ വായന, our browsing, നമ്മൾ നെറ്റ് ഉപയോഗിക്കും ബ്രൗസ് ചെയ്യുന്നത്, our traveling, നമ്മുടെ യാത്രകൾ, our relationships, നമ്മുടെ ബന്ധങ്ങൾ, our studying, നമ്മുടെ വിദ്യാഭ്യാസം, our working, നമ്മുടെ ജോലി, all this is part of battle. എല്ലാം യുദ്ധത്തിന്റെ ഭാഗമാണ്. If you notice carefully, the Bible has instructions, do's and don'ts about even these normal, ordinary things. നാം ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ ഈ സാധാരണയായിട്ടുള്ള കാര്യങ്ങൾ പോലും എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ബൈബിൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. For example, ഉദാഹരണമായി, sleep is a necessity for everyone. ഉറക്കം എന്നുള്ളത് സകല മനുഷ്യരുടെയും ഒരു ആവശ്യകതയാണ്. But the Bible has rules about sleep also. എന്നാൽ വേദപുസ്തകം നമ്മുടെ ഉറക്കത്തെക്കുറിച്ചും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. Proverbs 20 and verse 13 says, you can sleep,
but don't love sleep. സദൃശ്യവാക്യങ്ങൾ 20:13 പറയുന്നത് നിങ്ങൾക്ക് ഉറങ്ങാം, പക്ഷേ ഉറക്കത്തെ നിങ്ങൾ ഇഷ്ടപ്പെടരുത്. ദരിദ്രനാകാതെ ഇരിക്കേണ്ടതിന് നിദ്രാപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരം ഉണ്ടാകും. Love not sleep, lest thou come to poverty. So if you can sleep, but if you love to sleep, you will become spiritually poor. നിങ്ങൾക്ക് ഉറങ്ങാം, പക്ഷെ നിദ്രാപ്രിയന്മാരായി തീരരുത്. അങ്ങനെയായി തീർന്നാൽ നിങ്ങൾ ആത്മീകമായി ദരിദ്രരായി തീരും. So you see, sleep is necessary, sleep is good, sleep is harmless, but there are boundaries. If you cross those boundaries, sleep which is necessary becomes harmful. നമുക്കറിയാം, ഉറക്കമെന്നുള്ളത് ആവശ്യകതയാണ്, അത് നിരുപദ്രവകാരിയാണ്, അത് അത്യാവശ്യം ഉള്ള ഒരു കാര്യമാണ്. പക്ഷേ നമുക്കതിന് അതിരുകളുണ്ട്. അതിരുകൾ കടന്നാൽ ഉറക്കമെന്നുള്ളത് നമുക്ക് ഉപദ്രവമായി മാറും. Let's see another example. മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാം. Supposing you like to eat. നിങ്ങൾക്ക് ഭക്ഷണപ്രിയന്മാരാണെന്ന് കരുതുക. You like good tasty food. നിങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണം വളരെ ഇഷ്ടമാണ്. You like non-vegetarian food. നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് ഇഷ്ടം, മാംസാഹാരമാണ് ഇഷ്ടം. The Bible says when you go and eat with a ruler and you look at those dainties, those delicacies, those dishes, be very careful. If you are a man given to appetite, put a knife to your throat. വിശുദ്ധ ബൈബിൾ പറയുന്നത്, നീ അധിപതിയോടുകൂടെ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ മുമ്പിൽ ഇരിക്കുന്നവൻ ആരെന്ന് കരുതിക്കൊള്ളുക. നീ ഭോജനപ്രിയനാകുന്നുവെങ്കിൽ നിന്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെച്ചുകൊള്ളുക. So eating is good, eating is necessary, but there are boundaries. ഭക്ഷണം നല്ലതാണ്, ഭക്ഷണം ആവശ്യകതയാണ്, പക്ഷെ അതിനും അതിരുകളുണ്ട്. If you eat too much, or if you eat what you should not eat, if you have this lust for food, this can affect you spiritually. It can make you fail in your warfare. നിങ്ങൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ ഭോജനപ്രിയന്മാരാകുന്നുവെങ്കിൽ, ഭക്ഷണം കഴിക്കുവാൻ പാടില്ലാത്തത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ആത്മീകമായി അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചേക്കാം. You read that in Proverbs 23:2. സദൃശ്യവാക്യങ്ങൾ 23:2 നാം അത് വായിക്കുന്നത്. If you're a man given to appetite and you see a lot of dishes in front of you, don't go and swallow everything. Put a knife to your throat. That means exercise abstinence. നിങ്ങൾ ഒരു ഭോജനപ്രിയനാകുന്നുവെങ്കിൽ, ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അതെല്ലാം ചെന്ന് ഭക്ഷിക്കരുത്. നിങ്ങളുടെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്കൊരു സ്വയം നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Another example. മറ്റൊരു ഉദാഹരണം about speaking. സംഭാഷണത്തെക്കുറിച്ച്. We all have to talk. നാം എല്ലാം സംസാരിച്ചേ തീരൂ. But the Bible says be very careful if you're a talkative person. നിങ്ങൾ അധികം സംസാരിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് ബൈബിൾ പറയുന്നു. Proverbs 10:19 says when you talk too much and beyond the limit, when you cross your boundaries, somewhere sin will come in. സദൃശ്യവാക്യങ്ങൾ 10:19 വായിക്കുന്നത്, വാക്ക് വരിക. നിങ്ങൾ ഒരു സംസാരപ്രിയനാകുന്നുവെങ്കിൽ അധികം സംസാരിച്ചാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല, അതിൽ ഒരു പാപമുണ്ട് എന്നാണ്. Read that verse please. ആ വാക്യം വായിക്കും. വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. In the multitude of words there wanteth not sin, but he that refrains his lips is wise. So you talk too much, somewhere some sin will enter. നിങ്ങൾ അധികം സംസാരിച്ചാൽ എവിടെയെങ്കിലും ഒരു പാപം പ്രവേശിക്കും. If you go on talking, somewhere some word will come where someone else will tell you, hey, you shouldn't have said that. നിങ്ങൾ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടേയിരുന്നാൽ അവസാനം ചില വാക്കുകൾ വരും. അപ്പോൾ മറ്റുള്ളവർ, അയ്യോ നീ അങ്ങനെ പറയുവാൻ പാടില്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. So we saw some examples of very simple, normal, necessary things like sleeping, eating and talking, which we do every day, but the Bible has set boundaries on these things. നാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സംസാരിക്കുക എന്നുള്ള വളരെ സാധാരണമായ കാര്യങ്ങളെക്കുറിച്ച് നാം കാണുകയുണ്ടായി. വേദപുസ്തകം അതിനും ചില അതിരുകൾ വെച്ചിട്ടുണ്ട്. So that is why even these normal, necessary things of life are part of warfare. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ സാധാരണ ആവശ്യകതയായിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു യുദ്ധം എന്ന് പറയുന്നത്. You do them the wrong way or you transgress these commandments,
you will fail in your battle. നിങ്ങൾ തെറ്റായ വിധത്തിൽ അവ ചെയ്താൽ, ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ അതിർ കടന്നു പോയാൽ നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നു. I'll just give you 4 reasons why we have to be very careful even in these necessary small things. എന്തുകൊണ്ടാണ് ഈ ചെറിയ ആവശ്യകതകളിൽ പോലും നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. Reasons. ചില കാരണങ്ങൾ പറയാം. First reason, ഒന്നാമത്തെ കാരണം, our wars are very subtle. നമ്മുടെ യുദ്ധങ്ങൾ വളരെ ചതിക്കുന്ന അല്ലെങ്കിൽ വഞ്ചിക്കുന്ന വിധത്തിലുള്ളതാണ്. In a literal war, ഒരു അക്ഷരീക യുദ്ധത്തിൽ you know it's war. അത് യുദ്ധമാണ് എന്ന് നിങ്ങൾക്കറിയാം. You can see people dying. നിങ്ങൾക്ക് മനുഷ്യർ മരിക്കുന്നത് കാണാം. You can see blood being shed. രക്തം ചൊരിയുന്നത് കാണാം. You can hear the sound of explosions. സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാം. You can hear the sound of warplanes flying in the sky. യുദ്ധവിമാനങ്ങൾ ആകാശത്തിൽ പറക്കുന്നത് ശ്രവിക്കാം. But in this spiritual war of daily life which we are fighting, we won't even know it's a war. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ആത്മീക യുദ്ധങ്ങൾ അതൊരു യുദ്ധമാണ് എന്ന് പോലും നമ്മൾ അറിയാതെയിരുന്നേക്കാം. That's why we need to be wise to first of all know that this is a war, that the situation that you're facing is a war, that even these normal things are part of war. അതുകൊണ്ടാണ് നാം ജ്ഞാനികളായിരിക്കേണ്ടത്. കാരണം നാം നേരിടുന്ന ഈ സാഹചര്യം ഒരു യുദ്ധമാണ്. ഈ പറഞ്ഞതുപോലെയുള്ള സാധാരണ ദൈനംദിന ജീവിതത്തിലുള്ള സാധാരണ കാര്യങ്ങൾ പോലും ഒരു യുദ്ധമാണ് എന്ന് തിരിച്ചറിയേണ്ടതിന് നമുക്ക് ജ്ഞാനമുണ്ടാകണം. Secondly, രണ്ടാമത്, this war that we are now talking about, not the literal wars, but our wars against our soul. അക്ഷരിക യുദ്ധങ്ങളല്ല, ഇപ്പോൾ നാം പറഞ്ഞതായ നാം നേരിടുന്ന ഈ യുദ്ധങ്ങൾ എന്നുള്ളത് നമ്മുടെ ദേഹിക്ക് വിരോധമായിട്ടുള്ള യുദ്ധമാണ്. You must realize that you and I are not mortal beings, we are immortal beings. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും മർത്യരല്ല, അമർത്യരാണ്. Our body is mortal, but inside this body is an immortal soul. It will never die. നമ്മുടെ ശരീരം മർത്യമാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, അത് അമർത്യമാണ്, ഒരിക്കലും മരിക്കുകയില്ല. So at the end of our life, this immortal soul should not go to the wrong place in eternity, and it should go to the right place. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിന്റെ അവസാനത്തിൽ നമ്മുടെ ഉള്ളിലുള്ള അമർത്യമായ ആത്മാവ് നിത്യതയിൽ തെറ്റായ സ്ഥലത്ത് പോകരുത്, അത് ശരിയായ സ്ഥലത്ത് തന്നെ ചെന്നെത്തണം. That is why in 1 Peter 2:11, അതുകൊണ്ടാണ് 2 പത്രോസ് 1:11 നാം വായിക്കുന്നത്. The Bible warns us saying, be very careful about these lusts that war against your soul. 2:11 നാം വായിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ഈ ജഡമോഹങ്ങൾ എന്ന് നാം വായിക്കുന്നു. 1 Peter 2:11. 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് whereas angels which are greater in power and might bring not railing accusation against some before 1 Peter 2:11. 1 Peter 2:11. No. Dearly beloved, I beseech you as strangers and pilgrims, abstain from fleshly lusts which war against the soul. When sleep becomes lust, ഉറക്കം ഒരു മോഹമാകുമ്പോൾ, when eating becomes lust, ഭക്ഷണം ഒരു മോഹമാകുമ്പോൾ, when talking becomes lust, ഭക്ഷണം ഒരു സംസാരിക്കുന്നത് ഒരു മോഹമാകുമ്പോൾ, when I cross my boundaries even in these ordinary things, ഈ സാധാരണ കാര്യങ്ങളിൽ പോലും ഞാൻ എന്റെ അതിർ കടന്നു പോകുമ്പോൾ, this verse says it will start attacking, these normal things will start attacking your soul. ഈ സാധാരണ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ആത്മാവിനോട് പോരാടി യുദ്ധം ചെയ്യുവാൻ തുടങ്ങും എന്നാണ് ഈ വാക്യം പറയുന്നത്. So be very careful about these things. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ കരുതലുള്ളവരായിരിക്കണം. The third reason, മൂന്നാമത്തെ കാരണം, if we are not careful, നാം ശ്രദ്ധയുള്ളവരല്ല എങ്കിൽ these small things can become big things. ഈ ചെറിയ കാര്യങ്ങൾ വലുതായി തീർന്നേക്കാം. We have an adversary who is very cunning, very clever. വളരെ ബുദ്ധിശാലിയായ, വളരെ തന്ത്രശാലിയായ ഒരു ശത്രുവാണ് നമുക്കുള്ളത്. If he puts a cigarette into your mouth, you will run away. നിങ്ങളുടെ വായിലൊരു സിഗരറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പക്ഷെ ഓടിപ്പോകും. If he confronts you with adultery, you will flee the place. നിങ്ങൾ വ്യഭിചാരമുള്ള ഒരു സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ വിട്ട് നിങ്ങൾ ഓടിപ്പോകും. But if he will start with something small. എന്നാൽ അവൻ ആരംഭിക്കുന്നത് ചെറിയ
ഏതെങ്കിലും ഒന്ന് തന്നുകൊണ്ടാണ്. So if you can't discern warfare, these small things which you give room to can ultimately become big things that steal your soul away from God. നിങ്ങൾക്ക് ഈ യുദ്ധം മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് തരുന്ന ആ ചെറിയ കാര്യം നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു വലിയ കാര്യമായി മാറിയേക്കാം. That's why the Bible says a little leaven leaveneth the whole lump. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. So be very careful about little things because they can affect you fully if you give space to such things. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും വളരെ കരുതലുള്ളവരായിരിക്കണം. കാരണം അവ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചാൽ ഇത് ഒരു വലിയ കാര്യമായി നിങ്ങളുടെ ആത്മാവിനെ ബാധിക്കുന്ന ഒന്നായി മാറിയേക്കാം. Fourthly, നാലാമത്, there are evil spirits, fallen angels that are coming around you all the time. You will never see them, you will never know they are around you, but they are there waiting to look for a moment to swallow you. വീണുപോയ ദുരാത്മാക്കൾ ധാരാളം നമ്മുടെ ചുറ്റുപാടും എപ്പോഴും നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടാണ്ടിരിക്കുന്നത്. അവ അവിടെ ഉണ്ട് എന്നും അവർ നിങ്ങളെ വീക്ഷിക്കുന്നുവെന്ന് നിങ്ങൾ ഒരിക്കലും അറിയുകയില്ല. പക്ഷെ നിങ്ങളെ വിഴുങ്ങിക്കളയുവാൻ ഒരേ ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. They are waiting for you to make a wrong move. ഒരു തെറ്റായ നീക്കം നിങ്ങൾ നടത്തുവാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. Waiting for you to make a wrong decision. തെറ്റായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുവാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. They are waiting for you to yield to a small, seemingly harmless suggestion. ഒരു ചെറിയ കാഴ്ചയ്ക്ക് നിർദോഷമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. And you give room to that, it will take your whole life later. നിങ്ങൾ അതിനിടം കൊടുത്താൽ പിന്നീട് അത് നിങ്ങളുടെ മുഴു ജീവിതവും എടുത്തു കളയും. There is a story of a friend who came to meet a man in his house. ഒരു മനുഷ്യനെ തന്റെ വീട്ടിൽ കാണുവാൻ സന്ദർശിക്കുവാൻ വന്ന മറ്റൊരു മനുഷ്യനെ കുറിച്ചൊരു കഥയുണ്ട്. And this friend came to his house and said, "Can I please strike a nail on one wall in your house?" ഈ വ്യക്തി ആ മനുഷ്യന്റെ വീട്ടിൽ വന്നിട്ട് തന്നോട് സ്നേഹിതന്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വീടിന്റെ ഭിത്തിയിൽ ഞാനൊരു ആണി മാത്രം അടിച്ചോട്ടെ. And he said, "Why do you want to strike a nail in my house?" താൻ ചോദിച്ചു, എന്തിനാണ് എന്റെ വീട്ടിൽ നിങ്ങളൊരു ആണി അടിക്കുന്നത്? He said, "Please, please." താൻ പറഞ്ഞു, പ്ലീസ് ദയവ് ചെയ്ത് സമ്മതിക്കണം, I'm your friend, no. ഞാൻ നിന്റെ സ്നേഹിതനല്ലയോ? No, tell me the reason. എന്താണ് കാരണമെന്ന് പറയുക. So this friend argued, saying, "See, what's wrong? It's only one nail in one corner in your house. What's wrong if I come and strike a nail?" ഈ സ്നേഹിതൻ വാദിക്കുകയാണ്, ഒരു കൊച്ചാണിയല്ലേ, ഒരു മൂലക്കല്ലേ അടിക്കുന്നു, ഒരു ആണി അടിച്ചത് കൊണ്ട് എന്താണ് കുഴപ്പം? So the owner friend thought, "Yeah, what's wrong?" And he said, "Okay." അതുകൊണ്ട് ഉടമസ്ഥനായ സ്നേഹിതൻ ചിന്തിച്ചു, എന്താ തെറ്റ്, കുഴപ്പമില്ല, അടിച്ചോ. So he struck a nail in one corner. താന് ഒരു മൂലയ്ക്ക് ഒരു ആണി കൊണ്ടുവന്ന് അടിച്ചു. "I'll put it high, it won't hit your head, it won't harm you anyway." ഞാനത് ഉയരത്തിൽ അടിച്ചു കൊള്ളാം, അത് നിങ്ങളെ തലമുട്ടുകയില്ല, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല. So he drove that nail into the wall and went away. താൻ ആ മൂലയ്ക്ക് ഒരു ആണി അടിച്ചിട്ട് താൻ കടന്നുപോയി. After some time he came back, after some days he came back and with a basket in his hand. ചില ദിവസങ്ങൾക്ക് ശേഷം കയ്യിൽ ഒരു ചെറിയ സഞ്ചിയുമായിട്ടാണ് മടങ്ങി വന്നത്. And he said, "Can I please hang this basket on that nail?" ഞാൻ ദയവായി എന്റെ ഈ സഞ്ചി ആ ആണിയിലൊന്ന് തൂക്കിയിട്ടോട്ടെ. Then this man said, "What is this?" അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്താണിത്? He said, "That's my nail. താൻ പറഞ്ഞു, അത് എന്റെ ആണിയാണ്, This is my basket. എന്റെ സഞ്ചിയാണ്. I'm not asking for your house. ഞാൻ നിന്റെ വീടല്ലല്ലോ ചോദിക്കുന്നത്. I'm just asking to hang my basket on my nail." ഞാൻ എന്റെ സഞ്ചി എന്റെ ആണിയിലൊന്ന് തൂക്കിയിടുവാനാണ് ചോദിക്കുന്നത്. So the man said, "Okay." അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ശരി. So he hung the basket on the nail and went off. താൻ ആണിയിൽ സഞ്ചി തൂക്കിയിട്ടിട്ട് തിരിച്ചുപോയി. After a few days, ചില ദിവസങ്ങൾക്ക് ശേഷം he brought some dry fish and said, "Can I put this dry fish in this basket?" കുറച്ച് ഉണക്കമീൻ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ ഉണക്കമീൻ ആ സഞ്ചിയിൽ ഇട്ടോട്ടെ. "What is this you're doing? One by one you're coming like this." എന്താണ് ഇത് ഒന്നിന് പുറകെ ഒന്നൊന്നും കൊണ്ടുവരുന്നത്? "I am not asking for your house. ഞാൻ നിന്റെ വീടല്ല ചോദിക്കുന്നത്. I am asking to put my dry fish in my basket which is hanging on my nail." എന്റെ ഉണക്കമീൻ ഞാൻ അടിച്ച ആണിയിൽ തൂങ്ങിക്കിടക്കുന്ന എന്റെ സഞ്ചിയിൽ ഇടാനാണ് ഞാൻ ചോദിക്കുന്നത്. Then he said, "Okay." താൻ പറഞ്ഞു, ശരി. And he put that fish and went off. താൻ ആ ഉണക്കമീൻ അവിടെ വെച്ചിട്ട് പോയി. The stench was so great that this man could not remain there. After that he had to leave the house. അവിടെ ആ നാറ്റം വളരെ അധികമായി തീർന്നിട്ട് ആ മനുഷ്യൻ ആ വീട്ടിൽ താമസിക്കുവാൻ കഴിയാതെ അവിടെ വിട്ട് ഇറങ്ങി പോകേണ്ടതായിട്ട് വന്നു. So see, a small nail, how it became a big issue that drove him out of the house. ഒരു ചെറിയ ആണിയാണ്, പക്ഷെ അതെങ്ങനെയാണ് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി കളയാൻ തക്കവണ്ണം ഒരു വലിയ വിഷയമായി തീർന്നത് എന്ന് കണ്ടോ? This might be a story
but the implications are very real. It's happening all the time in people's lives. ഇതൊരു കഥയായിരിക്കാം, പക്ഷെ ഇതിന്റെ പരിണിത ഫലങ്ങൾ അത് സകല മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന വളരെ യാഥാർത്ഥ്യമാണ്. There are evil entities that are very real, that are invisible, that are lurking in the darkness, waiting for a chance to steal you, kill you and destroy you. പൈശാചികമായ ദുരാത്മാക്കൾ അവ വളരെ യാഥാർത്ഥ്യമാണ്. അവ ഇരുട്ടിൽ നിന്ന് നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വളരെ അടുത്താണ് അവ ഇരിക്കുന്നത്. അവ ഒരു അവസരം നോക്കി നിങ്ങളെ വിഴുങ്ങുവാൻ വേണ്ടി, ഒരു അവസരത്തിന് വേണ്ടി അവ കാത്തിരിക്കുകയാണ്. So this is the answer for the question what? എന്ത് എന്നുള്ള ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. Your problems are not problems, they are wars. Fight like a soldier. നിങ്ങളുടെ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ പ്രശ്നങ്ങളല്ല, അത് യുദ്ധങ്ങളാണ്. ഒരു പടയാളിയെ പോലെ യുദ്ധം ചെയ്യുക. The Bible says, if a man strives for masteries, yet is he not crowned if he does not strive lawfully. ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്: ഒരുവൻ യുദ്ധം ചെയ്യുന്നുവെങ്കിലും ചട്ടപ്രകാരം പൊരുതുന്നില്ല എങ്കിൽ അവൻ കിരീടം പ്രാപിക്കുന്നില്ല. The second question that we have to answer, നാം ഉത്തരം പറയേണ്ടത് രണ്ടാമത്തെ ചോദ്യം, why? എന്തുകൊണ്ട്? As I told you earlier, God allows these problems or sends these problems in our life. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഇത് അനുവദിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ. None of these things that are happening in our life, it has come by accident. None of these things are outside God's knowledge. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളും യാദൃച്ഛിക സംഭവിക്കുന്നതല്ല. ഒരു കാര്യങ്ങളും ദൈവത്തിന്റെ അറിവ് കൂടാതെ സംഭവിക്കുന്നതുമല്ല. So the question, why is God allowing these problems or these spiritual battles in my life? ചോദ്യം എന്തുകൊണ്ടാണ് ദൈവം എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആത്മീക യുദ്ധങ്ങൾ എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? I'll just quickly give you some reasons why these difficulties come in our life, but I'll just explain one or two. എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പല കാരണങ്ങൾ ഞാൻ പറയാം. പക്ഷെ അതിൽ ഒന്നോ രണ്ടോ കാരണങ്ങൾ മാത്രമേ ഞാൻ വിശദീകരിക്കുകയുള്ളൂ. Why is God permitting these things in our life? ദൈവം എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? It could be because some backsliding is taking place in our life. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം. It could be because God wants to increase our faith. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയായിരിക്കാം. It could be because God wants to move us or push us into our call. നമ്മുടെ വിളിയിലേക്ക് നമ്മെ കൊണ്ടുവരേണ്ടത്, നമ്മെ തള്ളി നീക്കേണ്ടതിനായിട്ടായിരിക്കാം. It could be because God wants to separate us from certain people who are a hindrance to our spiritual progress. നമ്മുടെ ആത്മീക പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ചില മനുഷ്യരിൽ നമ്മെ വേർപെടുത്തുവാൻ വേണ്ടിയിട്ടായിരിക്കാം. It could be to improve our character. നമ്മുടെ സ്വഭാവത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കാം. Or it could be to bring us close to the person of Jesus. ഒരുപക്ഷേ യേശു എന്ന വ്യക്തിയോട് നമ്മെ അടുത്തു കൊണ്ടുവരുന്നതിനുമായിരിക്കാം. So these are the quick answers for the question why. Why is God allowing this in my life? എന്തുകൊണ്ടാണ് ദൈവം ഇതെന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്നുള്ളതിന് പെട്ടെന്നുള്ള ഉത്തരങ്ങളാണ് ഇവയൊക്കെ. Today I will just answer two of those questions. അതിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. One reason why God allows these trials or difficulties in our life, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ പരീക്ഷകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നതിന്റെ ഒരു കാരണം is for our growth in character. നമ്മുടെ സ്വഭാവത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. See, we are not here just because we are traditional Christians. നാം പാരമ്പര്യ ക്രൈസ്തവരായിരിക്കുന്നത് കൊണ്ടല്ല നാം ഇവിടെ ഇരിക്കുന്നത്. I heard when I was small, they asked Tenzing and Hillary, what made you climb Mount Everest? എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടതായ ഒരു കാര്യമാണ് ടെൻസിങ്ങിനോടും ഹിലാരിയോടും, എന്താണ് ഹിമാലയ പർവ്വതം എവറസ്റ്റ് കയറുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്? They said the mountain was there, so we climbed it. അവർ പറഞ്ഞു പർവ്വതം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കയറി. Is that going to be your answer? Why are you coming to church? The church is there, so I'm coming to church. അതാണ് നിങ്ങളുടെ ഉത്തരം. എന്തിനാണ് നിങ്ങൾ സഭയിൽ വരുന്നത്? സഭ അവിടെ ഉണ്ട്, അതുകൊണ്ട് വരുന്നു. What is your driving force? എന്താണ് നിങ്ങളെ നയിക്കുന്ന ശക്തി? What is pushing you in this church? ഈ സഭയിലേക്ക്
എന്താണ് നിങ്ങളെ തള്ളിക്കൊണ്ടുവരുന്നത്? The Bible says you and I are not just called to go to some corner in heaven. വേദപുസ്തകം പറയുന്നത് നിങ്ങളെയും എന്നെയും വിളിച്ചിരിക്കുന്ന സ്വർഗ്ഗത്തിലെ ഏതെങ്കിലും മൂലയിൽ പോകേണ്ടതിനല്ല. In my Father's house there are many mansions. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. But I go to prepare a place for you. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. What place is that? ഏതാണ് ആ സ്ഥലം? There are many mansions or many dwelling places in heaven, but I am preparing a special place for you. സ്വർഗ്ഗത്തിൽ അനേക വാസസ്ഥലങ്ങൾ, അനേക കൊട്ടാരങ്ങൾ എന്റെ പിതാവിന്റെ ഭവനത്തിലുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I have some believers coming to me for prayer. ചില വിശ്വാസികൾ എന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട്. Can you please come to our house? We are going to build an extra room in our house. ഞങ്ങൾ ഒരു വീട്ടിൽ പുതിയൊരു മുറി കൂടെ പണിയുവാൻ പോകുകയാണ്, അതുകൊണ്ട് എന്റെ വീട്ടിലേക്കൊന്ന് വരുമോ? I asked, why are you building that new room? ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് പുതിയ മുറി പണിയുന്നത്? My son is getting married, so we are making a room for him. എന്റെ മകൻ വിവാഹം കഴിക്കുകയാണ്, അതുകൊണ്ട് അവനൊരു മുറി ഉണ്ടാക്കുന്നു. If you turn to John chapter 14, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വന്നാൽ Jesus himself says that. യേശു തന്നെ അത് പറയുന്നുണ്ട്. He says, I am also going to build an extra place for you. ഞാനും നിങ്ങൾക്കൊരു അധിക സ്ഥലം, ഒരു പുതിയ സ്ഥലം ഒരുക്കുവാൻ പോകുകയാണ്. Why? എന്തിന്? So that where I am, there ye may be also. ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ നിങ്ങളും ആയിരിക്കേണ്ടതിന്. So that place that God is preparing for us is not some corner in heaven. It is where Jesus is with the Father. അതാണ് ദൈവം നമുക്ക് ഒരുക്കുന്ന സ്ഥലം. സ്വർഗ്ഗത്തിലെ ഏതെങ്കിലും ഒരു മൂലയല്ല. യേശു എവിടെയാണോ അവിടെ അവനോട് കൂടെ. Read that in John 14:3. യോഹന്നാൻ 14:3 വായിക്കുക. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. And if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there ye may be also. I will prepare a place, then I will come back and receive you unto myself. Why? So that where I am, there ye may be also. ഞാനൊരു സ്ഥലം ഒരുക്കും, തിരിച്ചു വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. എന്തിന്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. But to be where Jesus is, യേശു ആയിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുവാൻ. the Bible says it's not enough to be a Christian. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് കൊണ്ട് മതിയാവുകയില്ല. It's not enough to be born again. വീണ്ടും ജനിക്കുക എന്നുള്ളതും മതിയാവുകയില്ല. The Bible says you must be an overcomer. നിങ്ങൾ ഒരു ജയാളിയാകണം. That's what Revelation 3:21 says. അതാണ് വെളിപ്പാട് 3:21 പറയുന്നത്. To him that overcometh will I grant to sit with me in my throne, even as I also overcame and I am set down with my Father in his throne. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. So, why are these battles allowed? എന്തുകൊണ്ടാണ് ഈ യുദ്ധങ്ങൾ അനുവദിക്കുന്നത്? To make you an overcomer. നിങ്ങളെ ഒരു ജയാളിയാക്കി മാറ്റുവാൻ. So all these trials that God is allowing in our life is so that we might be overcomers. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പരീക്ഷകളും നാം ജയാളികളായി തീരുവാൻ വേണ്ടിയാണ്. In other words, I am going to sit with Jesus in his throne. മറ്റു വാക്കുകളിൽ ഞാൻ യേശുവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ പോകുന്നു. He is going to be my husband, I am going to be his wife. അവൻ എന്റെ ഭർത്താവും ഞാൻ അവന്റെ ഭാര്യയുമായി തീരും. But then to be his wife I must be qualified. എന്നാൽ അവന്റെ ഭാര്യയായി തീരുവാൻ ഞാൻ യോഗ്യത പ്രാപിക്കണം. I can't be like this and sit with that perfect, holy, sweet, humble Jesus. ഞാൻ ഇതുപോലെ തന്നെ ആയിട്ട് ആ പൂർണ്ണനായ ആ മാധുര്യമേറിയ താഴ്മയുള്ള യേശുവിനോട് കൂടി ഇരിപ്പാൻ സാധ്യമല്ല. When he called you and he called me, he called us as we are. എന്നെയും നിങ്ങളെയും വിളിച്ചപ്പോൾ നാം ആയിരുന്നത് പോലെ തന്നെ അവൻ നമ്മെ വിളിച്ചു. But we can't remain like this. We can't get to heaven. നാം ഇങ്ങനെ തന്നെ ആയിരുന്നു കൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിലെത്താവതല്ല. So we need to change. നാം മാറിയേ തീരൂ. So God allows these difficulties in our life to change our character. നമ്മുടെ സ്വഭാവത്തെ മാറ്റേണ്ടതിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകൾ അനുവദിക്കുന്നത്. So when I say I must overcome, ഞാൻ ജയിക്കണം എന്ന് പറയുമ്പോൾ it's basically a fight against myself. അത് എനിക്ക് എതിരെ തന്നെയുള്ള ഒരു യുദ്ധമാണ്. We'll come to this tomorrow or day after tomorrow. നാളെയോ മറ്റന്നാളോ നാം അതിലേക്ക് കടന്നു വരാം. But when you look at the character of Jesus, എന്നാൽ നാം യേശുവിന്റെ സ്വഭാവത്തെ നോക്കുമ്പോൾ when you read 1 John chapter 3 verses 2 and 3, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ we read that Jesus is going to come again. യേശു വീണ്ടും വരും എന്ന് നാം വായിക്കുന്നു. And when he comes again, we are going to be just like him. നാം അവൻ തിരികെ വരുമ്പോൾ നാം അവൻ ആയിരിക്കുന്നത് പോലെ തന്നെയാകും. And if anyone wants to be like him,
he should purify himself as Jesus is pure. ആരെങ്കിലും അവനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവൻ യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. So in every character trait that Jesus had, we should become like him. യേശുവിനുള്ള ഓരോ സ്വഭാവ സവിശേഷതകളും നമുക്കും ഉണ്ടാകണം. For example, ഉദാഹരണമായി Jesus faced injustice. യേശു അനീതി നേരിട്ടു. In Romans chapter 8, if I'm right. Acts chapter 8. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. When he humbled himself, his justice was taken away, we read. താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. Which verse is that? ഏതാണ്? Sorry, 8:33. 8:33. Acts 8:33. അപ്പോസ്തല പ്രവൃത്തി 8:33. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. In his humiliation, his judgment was taken away. See that? Jesus was quiet, Jesus was meek, Jesus was humble, but because he kept quiet, because he humbled himself, his justice was taken away. യേശു മൗനമായിരുന്നു, യേശു സൗമ്യതയുള്ളവനായിരുന്നു, യേശു താഴ്മയുള്ളവനായിരുന്നു. പക്ഷേ യേശു മൗനമായിരുന്നത് കൊണ്ട് അവന്റെ ന്യായം അവന് ലഭിക്കാതെ പോയി. Can you face injustice? നിങ്ങൾക്ക് അനീതി നേരിടുവാൻ കഴിയുമോ? If someone does wrong against us, how do we react? ആരെങ്കിലും നമുക്കെതിരെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നാം എങ്ങനെ പ്രതികരിക്കും? We want justice. ഞങ്ങൾക്ക് ന്യായം വേണം. I want revenge. എനിക്ക് പ്രതികാരം വേണം. I will not leave this. ഞാൻ ഇത് വിട്ടുകളയുകയില്ല. You can take revenge. You can take revenge. നിങ്ങൾക്ക് പ്രതികാരം നടത്താം. You can go to court and have your vengeance. നിങ്ങൾക്ക് കോടതിയിൽ പോയി നിങ്ങളുടെ പ്രതികാരം നടത്താം. You have all the right to do it. അത് ചെയ്യാനുള്ള എല്ലാ ന്യായവും നിങ്ങൾക്കുണ്ട്. But you can't sit on the throne with Jesus. എന്നാൽ യേശുവിന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ കഴിയുകയില്ല. At the end of the Bible, there's a marriage mentioned. വേദപുസ്തകത്തിന്റെ അവസാനത്തിൽ ഒരു വിവാഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. It's the marriage of Jesus. അത് യേശുവിന്റെ വിവാഹമാണ്. He's going to marry a group of people. അവൻ ഒരു കൂട്ടം ജനത്തെ വിവാഹം കഴിപ്പാൻ പോകുന്നു. Collectively they are called the bride. അവരെല്ലാം ഒന്നു ചേർന്ന് മണവാട്ടി എന്നാണ് വിളിക്കപ്പെടുന്നത്. Who is this bride? ആരാണ് ഈ മണവാട്ടി? This bride is one who became like Jesus. In particular, she learned to face injustice and keep quiet, just like Jesus' judgment was taken away when he humbled himself. യേശുവിനെ പോലെ ആയിത്തീർന്നവരാണ് ഇവർ. അവർ യേശുവിനെ പോലെ മൗനമായിരിക്കുവാൻ പഠിച്ചുകൊണ്ട് താഴ്ചയിൽ യേശുവിന് ന്യായം കിട്ടാതെ പോയതുപോലെ അവരും അതുപോലെ ഇരിക്കുവാൻ പഠിച്ചുകൊണ്ട് സ്വഭാവത്തിൽ യേശുവിനെ പോലെ മാറിയവരാണ്. So when we are going through such paths of injustice, ഇങ്ങനെയുള്ള അന്യായത്തിന്റെ പാതകളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, you need wisdom in war. Ask this question, why? നിങ്ങൾക്ക് യുദ്ധത്തിൽ ജ്ഞാനം വേണം. ഈ ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട്? Why did God allow this injustice in my life? എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ ഈ അന്യായം അനുവദിച്ചു? Your own family members might steal your property. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ നിങ്ങളുടെ വസ്തുവക മോഷ്ടിച്ചേക്കാം. Why? എന്തുകൊണ്ട്? You're trying all kinds of things to try to get justice, but it's evading you. നീതി ലഭിക്കുവാൻ നിങ്ങൾ എല്ലാ വഴിയും പരീക്ഷിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുകയാണ്. Servants of God are not helping me. ശുശ്രൂഷകർ നിങ്ങളെ സഹായിക്കുന്നില്ല. Even God is watching and remaining silent. ദൈവം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. Because you're fighting the wrong battle. കാരണം നിങ്ങൾ തെറ്റായ വിധത്തിലാണ് യുദ്ധം ചെയ്യുന്നത്. You have lost your vision about heaven. സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ദർശനം നഷ്ടപ്പെട്ടു പോയി. Do you know that Jesus allowed this because he loves you so much? He wants his character inside you. നിങ്ങൾക്കറിയുമോ, യേശു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ അവന്റെ സ്വഭാവം ഉളവാകുവാൻ വേണ്ടിയിട്ടാണ് അവനിത് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചത് എന്ന്. If you lose this vision, ഈ ദർശനം നിങ്ങൾക്ക് നഷ്ടമായാൽ, and if you don't ask this question why and answer it well, നിങ്ങൾ എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിച്ച് ശരിയായി അതിന് ഉത്തരം നൽകുന്നില്ല എങ്കിൽ, you will look for justice in this world. ഈ ലോകത്തിൽ നിങ്ങൾ ന്യായം അന്വേഷിക്കും. You may get it, you may not get it. നിങ്ങൾക്കത് ലഭിച്ചേക്കാം, ലഭിക്കാതെയും ഇരുന്നേക്കാം. But if this is justice is your pursuit in life, എന്നാൽ ന്യായമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ, you are not bothered about marrying Jesus, about becoming like Jesus. It's fiction for you. It's some unreal tale. Who knows? But this is real for you, so you want justice. നിങ്ങൾ യേശുവിനെ വിവാഹം കഴിക്കുന്നില്ല, നിങ്ങളുടെ ലക്ഷ്യം അതല്ല. നിങ്ങളെ സംബന്ധിച്ച് അതേതോ ഒരു സാങ്കല്പിക കഥ പോലെയാണ്. നിങ്ങൾ മറ്റെന്തിനെയാണ് പിന്തുടരുന്നത്.
So in every way like this, we must learn to become like Jesus. ഇങ്ങനെ ഓരോ വിധത്തിലും നാം യേശുവിനെ പോലെ ആകുവാൻ അഭ്യസിക്കണം. He will take you through those difficult situations to change your character. നിങ്ങളുടെ സ്വഭാവം മാറേണ്ടതിന് അവൻ ആ ബുദ്ധിമുട്ടേറിയ വഴികളിൽ കൂടെ സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകും. One day, one senior pastor was ill-treated in a certain way. He was ill-treated by a junior servant of God. ഒരു വളരെ മുതിർന്ന ഒരു പാസ്റ്ററിനെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഇളയ ഒരു കർത്തൃ ശുശ്രൂഷൻ വളരെ മോശമായ രീതിയിൽ തന്നോട് പെരുമാറി. And the senior pastor got angry. He wanted vengeance. He wanted justice. മുതിർന്ന പാസ്റ്റർക്ക് ദേഷ്യം വന്നു. തനിക്ക് ന്യായം വേണം, തനിക്ക് പ്രതികാരം വേണം. He heard a voice. താനൊരു ശബ്ദം കേട്ടു. The Creator humbled himself before the creature. സൃഷ്ടാവ് സൃഷ്ടിയുടെ മുമ്പാകെ താഴ്ത്തി. It was that voice was about Jesus humbling himself to his own parents whom he made. അതെ, ആ ശബ്ദം എന്നുള്ളത് യേശു തന്റെ മാതാപിതാക്കൾക്ക്, അതായത് താൻ തന്നെ സൃഷ്ടിച്ച തന്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നതിനെ കുറിച്ചാണ്. His parents Joseph and Mary were his creation. തന്റെ മാതാപിതാക്കളായ യോസേഫും മേരിയും അവന്റെ സൃഷ്ടികളാണ്. Strictly speaking, Joseph and Mary should listen to what Jesus says. ശരിയായി പറഞ്ഞാൽ യോസഫ് മേരിയും യേശു പറയുന്നതാണ് അനുസരിക്കേണ്ടത്. But the Bible says in Luke chapter 2, എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നത്, I think it's verse 52, it says Jesus went with his parents and was subject unto them. യേശു തന്റെ മാതാപിതാക്കളോട് പോയി അവർക്ക് കീഴടങ്ങിയിരുന്നു എന്ന് വായിക്കുന്നു. 49, sorry. 51. And he went down with them and came to Nazareth and was subject unto them. You know. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. So look at that. അത് നോക്കുക. If it was you or me, we'll be saying, I made you both. Listen to what I say. നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഞാനാ രണ്ടുപേരെയും സൃഷ്ടിച്ചത്, ഞാൻ പറയുന്നത് കേട്ടോണം. But the Creator subjected himself or submitted himself to the creature. എന്നാൽ സൃഷ്ടാവ് സൃഷ്ടിക്ക് കീഴടങ്ങി അനുസരിച്ചിരുന്നു. When the pastor heard that voice, he humbled himself. പാസ്റ്റർ ആ ശബ്ദം കേട്ടപ്പോൾ താൻ താഴ്ത്തി. When I came to this ministry, ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ, when I was in my first year, എന്റെ ആദ്യത്തെ വർഷത്തിൽ, one servant of God was above me. എന്റെ മുകളിലുള്ള ഒരു ശുശ്രൂഷകൻ gave me some advice. എനിക്കൊരു ഉപദേശം തന്നു. He said, if there is one brother who has come to the ministry one day before you must respect him. നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പെങ്കിലും ശുശ്രൂഷയ്ക്ക് വന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ബഹുമാനിക്കണം. I found that advice insufficient. ഞാൻ ആ ഉപദേശം അത്ര തൃപ്തിയില്ലാത്തതായി അല്ലെങ്കിൽ പൂർണ്ണതയില്ലാത്തതായിട്ട് കണ്ടു. If there's one brother, one servant of God who has come to the ministry one day before you came, you must respect him. നിങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം മുമ്പെങ്കിലും ശുശ്രൂഷയ്ക്ക് വന്ന ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കണം. My mind did not agree with that. എന്റെ മനസ്സ് അത് അംഗീകരിച്ചില്ല. You know why? എന്തുകൊണ്ടെന്നറിയുമോ? So if someone comes after me, one day after me, I should not respect him, is it? എനിക്ക് ഒരു ദിവസം ശേഷം ഒരാൾ വന്നാൽ ഞാൻ അവരെ ബഹുമാനിക്കേണ്ടതെന്നാണോ? When the Creator submitted himself to the creature, should I disrespect those who come after me? സൃഷ്ടാവ് സൃഷ്ടിക്ക് കീഴടങ്ങിയിരുന്നപ്പോൾ എന്റെ ശേഷം വരുന്നവരോട് ഞാൻ ബഹുമാനക്കുറവ് കാണിക്കണമോ? So inbuilt in me, if I listen to this advice, those who are one day before you should respect me. Immediately, if I take that advice, I will demand respect from those who are below me. എനിക്ക് ഒരു ദിവസം മുമ്പ് വന്നവരെയെല്ലാം ഞാൻ ബഹുമാനിക്കണം എന്നുള്ള ഉപദേശം ഞാൻ സ്വീകരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം ശേഷം വന്നവരെ എന്നെ ബഹുമാനിക്കണം എന്ന് ഞാൻ അവരിൽ നിന്ന് ആവശ്യപ്പെടുവാൻ തുടങ്ങും. One day, I told one brother who came to the ministry in the next batch, 1 year after me, I told him, don't go away, stay here. എനിക്ക് ഒരു വർഷത്തിന് ശേഷം ശുശ്രൂഷയ്ക്ക് വന്ന ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, പോകരുത്, ഇവിടെ നിൽക്കണം. 2 minutes later, I just went a few feet there and came back. This brother was missing. ഞാൻ 2 മിനിറ്റ് ചില ചുവടുകൾ മുമ്പോട്ട് വെച്ച് തിരിച്ചു വന്നപ്പോൾ ഈ സഹോദരനില്ല, കാണാനില്ല. And I saw he was walking in that direction. ഞാൻ ആ ദിശയിൽ തന്നെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. One part of me said, what a disobedient person, rebellious person.
എന്റെ ഒരു ഭാഗം പറഞ്ഞു, എത്ര അനുസരണം കെട്ടവൻ, മത്സരിയായ ഒരു സഹോദരൻ. But another part told me, no, something is wrong with you. മറുഭാഗം പറഞ്ഞു, ഇല്ല, നിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് തെറ്റായിട്ടുണ്ട്. Don't demand obedience, command obedience. That means the way you live, people should willingly obey you. Something is wrong with you, that's why they've gone away. അതുകൊണ്ട് അനുസരണം എന്നുള്ളത് നിങ്ങൾ ആവശ്യപ്പെടരുത്, അനുസരിക്കുവാൻ നിങ്ങൾ കൽപ്പിക്കരുത്. നിങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ അനുസരിക്കണമെന്ന് നിങ്ങളത് ആവശ്യപ്പെടുന്നുവെങ്കിൽ എന്തോ നിങ്ങളിൽ തെറ്റുണ്ട്. So God has taken me through various paths to break me, to teach me some bitter but hard and valuable lessons. ദൈവം എന്നെ ചില കാഠിന്യമേറിയ അവസ്ഥകളിൽ കൂടെ, പാതകളിൽ കൂടെ നടത്തുന്നത് എന്നെ തകർത്ത് വളരെ കാഠിന്യമേറിയ, കയ്പ് നിറഞ്ഞ, എന്നാൽ വളരെ ആവശ്യമായ ആ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. So why? The second question, why is God allowing these difficult situations? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ദൈവം ഈ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ അനുവദിക്കുന്നു? So that we might grow spiritually. നാം ആത്മീകമായി വളരുവാൻ വേണ്ടി. Just some point to think on. ചിന്തിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ കൂടി. Look at your life 10 years ago and compare it with your life today. 10 വർഷം മുമ്പുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് ഇന്നത്തെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. Have we grown in the past 10 years? കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിങ്ങൾ വളർന്നിരിക്കുന്നുവോ? Have we become more Christ-like in the past 10 years? കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ ക്രിസ്തുവിനോട് സാദൃശ്യമുള്ളവരായി തീർന്നുവോ? Some years ago I told my church, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ സഭയോട് പറഞ്ഞു, we are all pregnant. നിങ്ങളും ഞാനും നമ്മളെല്ലാം ഗർഭിണികളാണ്. In Revelation chapter 12, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, we read of a pregnant church. നാം ഗർഭിണിയായ സഭയെക്കുറിച്ച് വായിക്കുന്നു. This state of pregnancy is not just collective, it is individual as well. ഈ ഗർഭിണിയായിരിക്കുന്ന അല്ലെങ്കിൽ ഗർഭം എന്നുള്ളത് പൊതുവിലുള്ളതല്ല, വ്യക്തിപരമായി ഓരോരുത്തർക്കും ഉള്ളതാണ്. Not just general, it's general, collective also, but particular also. ഇത് പൊതുവിലുള്ളതുമാണ്, അതേസമയം ഇത് വ്യക്തിപരവുമാണ്. Read that verse, Revelation 12:2. വെളിപ്പാട് 12:2 വായിക്കാം. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. And she being with child cried, travailing in birth and pain to be delivered. So from this verse we must understand that spiritually you and I are all pregnant. ഈ വാക്യത്തിൽ നാം മനസ്സിലാക്കണം, ആത്മീകമായി നിങ്ങളും ഞാനും എല്ലാം ഗർഭിണികളാണ്. In Galatians chapter 4:19, ഗലാത്യർ 4:19, St. Paul tells the Galatian church, വിശുദ്ധ പൗലോസ് ഗലാത്യ സഭയോട് പറയുകയാണ്, I am travailing in birth so that Christ might be formed in you. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നു. So from this verse we understand that you and I are pregnant. Pregnant means whom are we going to give birth to? Jesus is being formed like a baby in us. ഈ വാക്യത്തിൽ നാം മനസ്സിലാക്കണം, നിങ്ങളും ഞാനും ഗർഭം ധരിച്ചിരിക്കുന്നു. ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം ആർക്കാണ് ജന്മം കൊടുക്കാൻ പോകുന്നത്? യേശുവിനെ ഒരു ശിശു എന്ന വിധത്തിൽ നാം ഗർഭം ധരിച്ചിരിക്കുകയാണ്. There are 2 men inside you and inside me. നിങ്ങളുടെയും എന്റെയും ഉള്ളിൽ 2 പേരുണ്ട്. The Bible calls it the old man and the new man. അതിനെ ബൈബിൾ പഴയ മനുഷ്യനെന്നും പുതിയ മനുഷ്യനെന്നുമാണ് വിളിക്കുന്നത്. The old man looks half like me and half like the devil. പഴയ മനുഷ്യൻ പകുതി എന്നെ പോലെയും പകുതി പിശാചിനെ പോലെയുമാണ് ഇരിക്കുന്നത്. The new man looks half like me and half like Jesus. പുതു മനുഷ്യൻ പകുതി എന്നെ പോലെയും പകുതി യേശുവിനെ പോലെയും ഇരിക്കുന്നു. So who is growing in me, the old man or the new man? ആരാണ് എന്നിൽ വളരുന്നത്, പഴയ മനുഷ്യനോ പുതിയ മനുഷ്യനോ? Is Christ being formed in me? ക്രിസ്തു എന്നിൽ ഉരുവാകുന്നുവോ? See, when women are pregnant, സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ they are very particular about checking the growth of the baby. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച പരിശോധിക്കുന്നതിൽ വളരെ കൃത്യതയുള്ളവരാണവർ. If the weight is less than normal at that particular stage, it becomes a point of concern. Immediately it's a prayer point. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ആവശ്യത്തിനുള്ള തൂക്കം ആ കുഞ്ഞിന് കാണുന്നില്ല എങ്കിൽ വളരെ ഭാരപ്പെടുന്നു. ഉടനെ അതൊരു പ്രാർത്ഥനയ്ക്ക് വിഷയമായി തീരുന്നു. But why is it that we are not even bothered about the birth of this Christ inside us? എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തു ഉരുവായി അല്ലെങ്കിൽ ജനിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത് പോലുമില്ലാത്തത്? Why? എന്തുകൊണ്ട്? Because that
Christ being formed in us is something fictitious, something imaginary. But this birth, in this physical birth, is what is real for us. ക്രിസ്തു നമ്മിൽ ഉരുവാകുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് എന്തോ ഒരു സാങ്കല്പിക കഥ പോലെയാണ്. എന്നാൽ ഈ ഗർഭം എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ്. But the Bible says in 2 Corinthians chapter 4, എന്നാൽ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ ബൈബിൾ പറയുന്നത്, the things which are seen are temporal, and the things which are not seen, they are eternal. കാണുന്നത് എല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. That is why we look not at the things which are seen, but we look at the things which are not seen. അതുകൊണ്ടാണ് നാം കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്ര നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. That's what the Bible says. അതാണ് ബൈബിൾ പറയുന്നത്. But what are we doing? നാം എന്താണ് ചെയ്യുന്നത്? We are looking at the things which are seen and so concerned about the things which are seen, but the things which are not seen, which are eternal, is fiction, is story for us. നാം കാണുന്നതിനെ കുറിച്ച് വിചാരപ്പെടുന്നു, അതാണ് നമുക്ക് വളരെ യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നത്. എന്നാൽ കാണാത്തതായ നിത്യമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്കൊരു സാങ്കല്പിക കഥ പോലെ, കെട്ടുകഥ പോലെ തോന്നുന്നു. Now I told you we are all pregnant. ഞാൻ പറഞ്ഞല്ലോ നാം എല്ലാം ഗർഭം ധരിച്ചിരിക്കുന്നു. I'm going to give you a checkup to see to check the growth of our baby inside us. നമ്മുടെ ഉള്ളിലുള്ള ശിശുവിന്റെ വളർച്ച എത്രത്തോളമായി എന്നുള്ളതിനൊരു പരിശോധന നടത്താൻ പോകുകയാണ്. Please take these things spiritually. ഇത് ദയവായിട്ട് ആത്മീകമായിട്ട് എടുക്കണമേ. Now I'm going to present 3 stages of the baby's growth, Christ being formed in us. നമ്മുടെ ഉള്ളിലുള്ള ശിശു ക്രിസ്തു നമ്മിൽ ഉരുവാകുന്നതിന്റെ 3 വളർച്ച അവസ്ഥകൾ നാം പരിശോധിക്കുവാൻ പോകുന്നു. Stage 1. ഒന്നാമത്തെ സ്റ്റേജ്, when God provides opportunity for the growth of this baby, the child, or Christ to be formed in us. ക്രിസ്തു നമ്മിൽ ഉരുവാകേണ്ടതിന് ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുമ്പോൾ, that means God is feeding us. These trials are actually food for that baby to be formed in our womb. ദൈവം നമുക്ക് ആഹാരം തരുമ്പോൾ ഈ പരീക്ഷകൾ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഉരുവാകുന്ന ആ ശിശുവിനുള്ള ആഹാരം ആണ്. Stage 1 is we are very self-conscious and very concerned about ourselves. ഒന്നാമത്തെ അവസ്ഥ എന്നുള്ളത് നാം വളരെ നമ്മെക്കുറിച്ച് മാത്രം ചിന്തയുള്ളവരായി, നമ്മെക്കുറിച്ച് മാത്രം വിചാരപ്പെടുന്നവരായി തീരുന്നു. If we jump to defend ourselves, നമ്മെ തന്നെ പ്രതിരോധിക്കുവാൻ നാം എടുത്തു ചാടിയാൽ, if we jump to prove that the others are wrong, മറ്റുള്ളവരാണ് തെറ്റുകാരെന്നുള്ളത് തെളിയിക്കുവാൻ നാം എടുത്തു ചാടിയാൽ, if our prayer and our murmur is, why is God doing this to me, നമ്മുടെ പ്രാർത്ഥനയും പിറുപിറുപ്പും എന്തുകൊണ്ടാണ് ദൈവം ഇത് എന്നോട് ചെയ്യുന്നത് എന്നുള്ള വിധത്തിൽ, if our statement is, why is everyone treating me like this, എല്ലാവരും എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് നമ്മുടെ വാക്കുകളെങ്കിൽ, how can they say this to me, അവർക്ക് എങ്ങനെ എന്നോട് ഇത് പറയുവാൻ കഴിയും, if that me is the center point of my argument and my speeches, എന്റെ സംസാരത്തിന്റെ വാദത്തിന്റെ കേന്ദ്രഭാഗം എന്നുള്ളത് ഞാൻ എന്നുള്ളത് മാത്രമാകുന്നുവെങ്കിൽ, if vengeance and retaliation and self-pity and self-defense and self-justification is all I think about and all I see, സ്വയം അനുതാപവും പ്രതികാരവും തന്നെത്താനുള്ള ന്യായീകരണവും നീതീകരണവും മാത്രമാണ് ഞാൻ കാണുന്നതെങ്കിൽ, it means my baby is not growing. അതിന്റെ അർത്ഥം എന്റെ ശിശു വളരുന്നില്ല. Then there is no movement in the womb. അതിന്റെ അർത്ഥം ഗർഭത്തിൽ ചലനം ഇല്ലാതെ പോയി. When there's no movement in the womb, it's a dangerous situation. ഗർഭത്തിൽ ഒരു ചലനമില്ലാതെ വരുമ്പോൾ അതൊരു അപകടകരമായ അവസ്ഥയാണ്. So when Christ is supposed to be formed in you, I asked you 10 years ago what you are. You are just the same, no change, same anger, the same sleep, the same bad language, the same worldliness, the same lust. Then there's no movement in the womb. That Christ in you is not growing. It's a dangerous situation. ഞാൻ നിങ്ങളോട് ചോദിച്ചുവല്ലോ, ക്രിസ്തു നമ്മിൽ ഉരുവാകുന്നു, നമ്മിൽ വളരുന്നുണ്ടോ എന്ന് അറിയേണ്ടതിന് 10 വർഷം മുമ്പുണ്ടായിരുന്ന നമ്മെ ഇപ്പോഴത്തെ നമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്നത്തെ അതേ കോപം ഇന്നുമുണ്ട്, അന്നത്തെ അതേ മോഹം ഇന്നുമുണ്ട്, അന്നത്തെ അതേ ഉറക്കം ഇന്നുമുണ്ട്. അങ്ങനെയാകുന്നുവെങ്കിൽ ക്രിസ്തു അതേ അവസ്ഥയാണ് നമ്മുടെ ഉള്ളിൽ നാം തുടരുന്നതെങ്കിൽ ക്രിസ്തു നമ്മിൽ വളരുന്നില്ല. നമ്മുടെ ഉള്ളിൽ ചലനം, ആ ശിശുവിന്റെ ചലനം അറ്റുപോയിരിക്കുന്നു. While I speak these words to you, I know how vulnerable and how weak I am. While I speak these words to you, my mind is appealing to Jesus. Jesus,
I need your grace to live by these words. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഞാൻ എത്ര ബലഹീനനാകുന്നുവെന്നും ഞാൻ വീണുപോകുവാൻ എത്രയധികം സാധ്യതയുണ്ട് എന്നും. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ മനസ്സ് യേശുവിനോട് കേണപേക്ഷിക്കുകയാണ്, യേശുവേ എനിക്ക് നിന്റെ കൃപ കൂടിയേ തീരൂ. If I point a finger at you, I know 3 fingers are pointing at me. ഞാൻ നിങ്ങൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടിയാൽ എനിക്കറിയാം ഞാൻ എന്റെ നേരെ 3 വിരൽ ചൂണ്ടുകയാണ്. This is a checkup for all of us to see if Christ is being formed in us, if that baby, that new man is growing in the image of Christ. ഇത് ക്രിസ്തു നമ്മിൽ ഉരുവാകുന്നുണ്ടോ എന്ന് നാം അറിയേണ്ടതിനുള്ള പരീക്ഷയാണ്. ആ പുതു മനുഷ്യൻ ക്രിസ്തു നമ്മിൽ വളരുന്നുണ്ടോ? The second stage, രണ്ടാമത്തെ അവസ്ഥ, when you go through a trial in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ first you shout. ഒന്നാമത് ഒച്ചയിടുന്നു. First you get excited. ഒന്നാമത് നിങ്ങൾ ആശ്ചര്യം കൂടുന്നു. First you defend yourself. ഒന്നാമത് നിങ്ങളെ തന്നെ പ്രതിരോധിക്കുന്നു. First you argue. ഒന്നാമത് നിങ്ങൾ വാദിക്കുന്നു. First you blame others. ഒന്നാമത് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു. I told you that first wrong impulse emerges. ഒന്നാമത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ പച്ചയായ പ്രതികരണം പുറത്തു വരുന്നു. But later on, എന്നാൽ പിന്നീട് you sober down. നിങ്ങൾ കരയുന്നു. And you calm down. നിങ്ങൾ തണുക്കുന്നു. And then you realize, I shouldn't have spoken like this. You realize, oh wretched man that I am. When am I going to change? നിങ്ങൾ പിന്നീട് തിരിച്ചറിയുകയാണ്, ഞാൻ അങ്ങനെ പറയുവാൻ പാടില്ലായിരുന്നു, ഞാൻ എത്ര അരിഷ്ട മനുഷ്യനാണ്, എന്നാണ് ഞാൻ മാറാൻ പോകുന്നത്. My life is stinking. എന്റെ ജീവിതം നാറുന്നു. And you realize your faults and you go and ask pardon and make reconciliation. നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ പോയി ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിക്കുന്നു. And you humble yourself. നിങ്ങളെ തന്നെ താഴ്ത്തുന്നു. It means the baby is growing. അതിന്റെ അർത്ഥം ശിശു വളരുന്നു. So this is the second stage, but this is also not good enough. ഇത് രണ്ടാമത്തെ അവസ്ഥയാണ്, പക്ഷെ ഇതും പോരാ. There is a third stage. മൂന്നാമത്തെ ഒരു അവസ്ഥയുണ്ട്. When you go through a difficult situation, നിങ്ങളൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ you are able to maintain peace in your life. നിങ്ങളുടെ ഉള്ളിൽ സമാധാനം സൂക്ഷിപ്പാൻ കഴിയുന്നു. That anger is dead. കോപം മരിച്ചു. That self-justification is dead. സ്വയനീതീകരണം മരിച്ചു. You don't want to defend yourself and argue. നിങ്ങളെ തന്നെ നീതീകരിച്ചുകൊണ്ട് വാദിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. You are no more sinking in self-pity. നിങ്ങൾ സ്വയ സഹതാപത്താൽ നിങ്ങൾ മുങ്ങിത്താഴുന്നില്ല. You are able to forgive others and love your enemies. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാനും കഴിയുന്നു. You are able to pray for and forgive those who cheated you, those who worked against you, those who spoke behind your back. നിങ്ങളെ ചതിക്കുകയും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും നിങ്ങളെ കുറ്റം പറയുകയും ചെയ്തവരോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും കഴിയുന്നു. If this is your testimony, it means Christ is being formed in you, is ready for birth. ഇതാണ് നിങ്ങളുടെ സാക്ഷ്യമെങ്കിൽ നിങ്ങൾ ക്രിസ്തു ഉരുവായി അവൻ ജനനമെടുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. So let's check ourselves and see what stage are we in these 3 stages. അതുകൊണ്ട് ഈ 3 അവസ്ഥകളിൽ ഏത് അവസ്ഥയിലാണ് നാം എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. Is that baby dead in the womb? ഗർഭത്തിൽ ആ കുഞ്ഞ് മരിച്ചിരിക്കുന്നുവോ? Or is the baby growing? അതോ ആ ശിശു വളരുന്നുവോ? Or has it grown to fullness so that we are ready for delivery? അത് പ്രസവിക്കുവാൻ ആ കുഞ്ഞ് അതിന്റെ പൂർണ്ണതയിലേക്ക് വളർന്നിരിക്കുന്നുവോ? In that Revelation chapter 12 we read that she gave up her man child and the man child was caught up to the throne. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന അവൾ ആൺകുട്ടിക്ക് ജന്മം കൊടുത്തു, ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. In our case it's not delivering another child, it's the transformation of ourselves that is that delivery. ഈ നമ്മുടെ കാര്യത്തിൽ അതൊരു മറ്റൊരു കുഞ്ഞിന് ജനനം കൊടുക്കുക എന്നുള്ളതല്ല, നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. Secondly, രണ്ടാമത് in the question why, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൽ why is God allowing these difficulties in my life? എന്തുകൊണ്ടാണ് ദൈവം ഈ ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? When I started, I gave you many reasons for why God allows these things. ദൈവം എന്തിനാണ് ഇത് അനുവദിക്കുന്നത് എന്നുള്ളതിന് ഞാൻ ആദ്യം പല കാരണങ്ങൾ പറഞ്ഞു. But I'm just responding to 2 of them. എന്നാൽ അതിൽ 2 മാത്രമാണ് ഞാൻ ഉത്തരം പറയുന്നത്. One which I told you just now, to polish my character, to change my character, to make me Christ-like. ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എന്റെ സ്വഭാവത്തെ കുറച്ചുകൂടെ നന്നാക്കി മാറ്റി ക്രിസ്തുവിനെ പോലെ ഉള്ള സ്വഭാവമുള്ളവനാക്കി മാറ്റുവാൻ. Secondly, God allows these difficulties to nudge me, to prod me, to corner me, to push me into my call.
രണ്ടാമത് ദൈവം ഇത് എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതിന്റെ കാരണം എന്റെ വിളിയിലേക്ക് എന്നെ തള്ളിക്കൊണ്ടുവരാൻ, എന്നെ ഒതുക്കിക്കൊണ്ടുവരാൻ, എന്നെ വേർതിരിച്ച് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. In Romans 8:28, റോമർ 8:28 we read that we are all called according to God's purpose. നാം എല്ലാവരും ദൈവഹിതപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. God has a big, grand master plan in His mind about mankind. മാനവജാതിയെക്കുറിച്ച് ദൈവത്തിന് തന്റെ മനസ്സിൽ ഒരു വലിയ ബൃഹത്തായ ഒരു പദ്ധതിയുണ്ട്. Remember that each one of you is a piece in His plan. നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ പദ്ധതിയിലെ ഒരു ഭാഗമാണ്. But today what is our situation? എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? We have our own dreams and ambitions and plans, and we are fighting with God to fulfill that. We are not listening to what He has to say. നമുക്ക് നമ്മുടേതായ പദ്ധതികളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. നാം അത് ദൈവം നടത്തി തരുവാൻ ദൈവത്തോട് പോരാടുകയാണ്. അവന്റെ പദ്ധതിയെക്കുറിച്ച് നാം ചിന്തിക്കുന്നതേയില്ല. There was a man who was selling live chicken. കോഴി വിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. He was walking on the street saying kori 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 kori. He was having a basket on his shoulders, 2 baskets on his shoulders, and walking. തന്റെ തോളിൽ 2 കൊട്ടയും വെച്ചുകൊണ്ട് കോഴി 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 എന്ന് പറഞ്ഞ് താനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയി. People were calling him from their homes and saying, please come, but his voice of selling the hens was louder than the voice. He wasn't listening to them. He kept walking. വീടുകളിൽ നിന്ന് പലരും ആ കോഴി കൊണ്ടുപോവാ എന്ന് തന്നോട് പറയുന്നുണ്ട്. പക്ഷെ കോഴി 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 എന്ന് താൻ വിളിച്ചു പറയുന്ന ശബ്ദം ഇവരുടെ ശബ്ദത്തെക്കാൾ വളരെ ഉയർന്നതായതുകൊണ്ട് ഇദ്ദേഹത്തെ വിളിക്കുന്ന ശബ്ദം ഇദ്ദേഹം കേൾക്കാതെ താൻ കോഴി കോഴി എന്ന് പറഞ്ഞു മുമ്പോട്ട് പോകുകയാണ്. God is trying to communicate His purpose, His call about each one of us vocally, verbally, but we are louder than Him, and we are more stubborn about fulfilling our dreams. നമ്മുടെ വിളിയെക്കുറിച്ച്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുവാൻ, വാക്കുകളിൽ കൂടെ സംസാരിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നാം നമ്മുടെ ആ കാര്യം കൂടുതൽ ദുശാഠ്യമുള്ളവരായി, നമ്മുടെ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ ദുശാഠ്യമുള്ളവരെ നാം അത് ശ്രദ്ധിക്കാതെ കടന്നു പോകുകയാണ്. When I mention the word call, in general we only think of 2 things: believer, worker. വിളി എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ നാം സാധാരണ 2 കാര്യങ്ങളെ ചിന്തിക്കാറുള്ളൂ. ഒന്ന് വിശ്വാസി, മറ്റൊന്ന് ശുശ്രൂഷ. That's just a small, narrow-minded view of call. അത് വിളിയെക്കുറിച്ചുള്ള വളരെ ഇടുങ്ങിയതായ ഒരു ചിന്താഗതിയാണ്. But when you say call, each one of you is called with a purpose. വിളി എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ഒരു ഉദ്ദേശത്തോടുകൂടെ വിളിക്കപ്പെട്ടിരിക്കുന്നു. Each one of you has a different role in God's master plan. ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ റോളുകളുണ്ട്. If you do not understand when He speaks to you through words, വാക്കുകളിൽ കൂടെ അവൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ He will take you through some paths. അവൻ ചില വഴികളിൽ കൂടെ നിങ്ങളെ നടത്തും. And in that path, if you cooperate with Him, if you keep your ears open, He will unfold His purpose, His plan to you. ആ വഴിയിൽ നിങ്ങൾ അവനോട് സഹകരിച്ചാൽ, നിങ്ങളുടെ കാതുകൾ തുറന്നു വെച്ചാൽ അവന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അവൻ നിങ്ങളുടെ മുമ്പാകെ തുറക്കും. You look at Joseph in the Bible. യോസഫിനെ കുറിച്ച് ബൈബിളിൽ നാം വായിക്കുന്നു. Till the age of 17, he was his father's favorite son. He enjoyed life. 17-ാമത്തെ വയസ്സ് വരെ തന്റെ പിതാവിന്റെ ഓമനപുത്രനായിരുന്നു. താൻ ജീവിതം ആസ്വദിച്ചു. His dad was partial to him. തന്റെ പിതാവിന് അതിനോട് മുഖപക്ഷമുണ്ടായിരുന്നു. And loved him more than his other children. മറ്റു മക്കളെക്കാൾ അധികം അവനെ സ്നേഹിച്ചു. Gave him all that he wanted. തനിക്കുള്ളതെല്ലാം അവന് കൊടുത്തു. Stitched for him a special coat of many colors. പല വർണ്ണങ്ങളുള്ള ഒരു പ്രത്യേക നിലയെങ്കിൽ അവന് തയ്ച്ചു കൊടുത്തു. But one day things turned upside down for him. എന്നാൽ ഒരു ദിവസം കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞു. After that, for many years, all his dreams were shattered. അവൻ കണ്ട ആ സ്വപ്നങ്ങൾ അത് തകർന്നു പോകുവാനിടയായി. But Joseph had wisdom in war. എന്നാൽ യോസേഫിന് യുദ്ധത്തിലുള്ള ജ്ഞാനമുണ്ടായിരുന്നു. You read Genesis 49:22. ഉൽപ്പത്തി 49:22 വായിച്ചാൽ, many years after he went through all these paths and became a grown-up man with children. ഈ പാതകളിൽ കൂടെ എല്ലാം താൻ കടന്നുപോയി. അനേക വർഷങ്ങൾ കടന്ന് താൻ ഒരു മുതിർന്ന പുരുഷനായി, മക്കളുള്ള ഒരു വ്യക്തിയായി തീർന്നു കഴിഞ്ഞപ്പോൾ his aged father said this about him in Genesis 49:22. തന്റെ വയോധികനായ പിതാവ് തന്നെ കുറിച്ച് ഉൽപ്പത്തി 49:22 ഇപ്രകാരമാണ് പറയുന്നത്: യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം
നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. Joseph is a fruitful bough by a well whose branches run over the wall. So what does this verse mean? എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? Walls rose up against Joseph's life, preventing his progress. തന്റെ വളർച്ച തടയുന്ന വിധത്തിൽ മതിലുകൾ യോസെഫിന്റെ മുമ്പാകെ വളർന്നു. His jealous brothers. തന്റെ അസൂയ നിറഞ്ഞ സഹോദരന്മാർ. The next verse says the archers shot at him. They are his brothers. അടുത്ത വാക്യത്തിൽ വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അത് അവന്റെ സഹോദരന്മാരാണ്. He was sold. അവനെ വിറ്റുകളഞ്ഞു. He was put in prison. തന്നെ കാരാഗൃഹത്തിൽ അടച്ചു. He was enticed into adultery. വ്യഭിചാരത്തിലേക്ക് തന്നെ വശീകരിക്കുവാൻ ശ്രമിച്ചു. All these situations came up against him like walls. You can't progress. God has left you and forsaken you. ഇതെല്ലാം അവന്റെ ജീവിതത്തിൽ ഒരു മതിൽ പോലെ വളർന്നിട്ട് പറയുകയാണ്, ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നിനക്കിനി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. But reflecting on his past life, എന്നാൽ തന്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് his father says, തന്റെ പിതാവ് പറയുകയാണ്, you are a fruitful bough whose branches run over the wall. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. That means these walls came up in your life to stunt your growth, to stop you from growing. But you knew how to use the wall to grow over. Your branches went over it. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, നിങ്ങളുടെ പുരോഗതി തടസ്സപ്പെടുത്തുവാൻ ജീവിതത്തിൽ മതിലുകൾ പോലെ ഇത് എഴുന്നേറ്റ് വരികയാണ്. പക്ഷേ നിങ്ങൾ ജ്ഞാനമുള്ളവരായിരിക്കുന്നതുകൊണ്ട് മതിലുകളെ എങ്ങനെ അതിന്റെ മുകളിൽ പടരാം എന്നുള്ള വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണ്. That was the wisdom that Joseph had to tackle his problems. തന്റെ പ്രശ്നങ്ങളെ നേരിടുവാൻ യോസേഫിനുണ്ടായിരുന്ന ജ്ഞാനം അതാണ്. I'll finish with this. ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. Dear child of God, പ്രിയ ദൈവമൈതലേ, you are going through some difficult situation in your life. നിങ്ങളുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. Why is God allowing this? എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത്? Now are you able to understand it? ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവോ? Let us close our eyes. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. You are called by God. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. Even though it's a problem, there's a communication from God in that problem. ഇതൊരു പ്രശ്നമാണെങ്കിൽ തന്നെ ആ പ്രശ്നത്തിന്റെ മധ്യ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സംസാരം വരികയാണ്. May God give you the wisdom to convert those problems into words, and you will find God's voice communicating to you through those problems. ആ പ്രശ്നങ്ങളെ വാക്കുകളാക്കി മാറ്റുവാനുള്ള ജ്ഞാനം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് സംസാരിക്കും. A few months ago, ചില മാസങ്ങൾക്ക് മുമ്പ്, for many nights I could not sleep in the night. പല രാത്രികളിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. I would sleep. I lie down and close my eyes and roll on my bed, but sleep wouldn't come. ഞാൻ കിടക്കും, കണ്ണുകൾ അടച്ചെന്റെ കിടക്കിൽ കിടന്ന് ഉരുളും, പക്ഷേ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞിരുന്നില്ല. I got angry, I got frustrated. എനിക്ക് കോപം വന്നു, ഞാൻ അസ്വസ്ഥനായി. Why is God not giving me sleep? ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം തരാത്തത്? Then I heard God's small voice. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ മൃദു ശബ്ദം കേട്ടു. He deliberately took away my sleep so that I might learn to pray in the nights. ഞാൻ രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പഠിക്കേണ്ടതിന് ദൈവം മനഃപൂർവ്വം എന്റെ ഉറക്കം എടുത്ത് കളഞ്ഞു. When I asked this question, why, I got this answer. എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഈ ഉത്തരം ലഭിച്ചു. Let us close our eyes. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. God is talking to you also. ദൈവം നിന്നോടും സംസാരിക്കുകയാണ്. God is allowing this trial in your life with a noble, high purpose. ദൈവം ഈ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഉന്നതമായ പദ്ധതിയോടുകൂടിയാണ്. How many of you will surrender to Jesus to learn from him? അവൻ യേശുവിൽ നിന്ന് പഠിക്കുവാൻ യേശുവിനെ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. Jesus is saying, will you stop arguing? യേശു ചോദിക്കുകയാണ്, നീ വാദിക്കുന്നതൊന്ന് നിർത്തുമോ? Will you listen to what I say? ഞാൻ പറയുന്ന നീ ഒന്ന് ശ്രദ്ധിക്കുമോ? I want to talk to you. ഞാൻ നിന്നോട് സംസാരിക്കുവാൻ I want ആഗ്രഹിക്കുന്നു. to change you. ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Those who say, Lord, I surrender, lift up your hands. ഞാൻ കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ തങ്ങളുടെ കരമൊന്ന് ഉയർത്തിയാട്ടെ. All those who lift up their hands, കരങ്ങൾ ഉയർത്തിയവരെല്ലാം, the Spirit of the Lord is going to move upon you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങുവാൻ പോകുന്നു. Christ is going to be found in you. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകും. Jesus is going to
teach you and change your character. യേശു നിങ്ങളെ ഉപദേശിച്ച നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റും. The Holy Spirit is going to teach you. This anointing is going to teach you. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കും. ഈ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. Like Joseph, you are going to grow. യോസേഫിനെ പോലെ നിങ്ങൾ വളരുവാൻ പോകുന്നു. All those walls that are rising up against your life, നിങ്ങളുടെ ജീവിതത്തിനെതിരായി ഉയർന്നു വരുന്ന സകല മതിലുകളിന്മേലും your branches are going to go over those walls. അതിന്റെ ശാഖകൾ അതിന്റെ മുകളിൽ പടരുവാൻ പോകുന്നു. You are not only going to be blessed, you are going to be a blessing. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരും. The Spirit of the Lord is moving in our midst. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഉലാവിക്കൊണ്ടിരിക്കുന്നു. Oh, let there be light. വെളിച്ചമുണ്ടാകട്ടെ. Darkness was upon the waters, but the Spirit of the Lord moved upon the face of the deep. വെള്ളത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, പക്ഷെ ആഴത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. The same God is moving in our അതേ midst. ദൈവം നമ്മുടെ മധ്യേ പരിവർത്തിക്കുന്നു. May the Lord help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നമ്മോട് സംസാരിച്ച വിലപ്പെട്ട വചനങ്ങളുടെ മുൻപാകെ നമ്മളെ തന്നെ താഴ്ത്താം. നാം കേവലം ഈ ലോകത്തിലെ നന്മകളാൽ തൃപ്തിപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. ഈ ലോകത്തിലെ പ്രതികൂലങ്ങൾ നമ്മൾ തളർത്തിക്കളയേണ്ടതല്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടോ എന്ന് ചോദിച്ച് മനസ്സ് കലങ്ങി നിരാശപ്പെട്ടും ഞാൻ എന്തിനു ജീവിക്കുന്നു എന്നും സ്വയം ചോദിക്കേണ്ടവരല്ല. സകലവും കാണുന്ന ഒരു ദൈവം, സകലവും അറിയുന്ന ഒരു ദൈവം, എല്ലാം അനുവദിക്കുന്ന ഒരു ദൈവം. നീ അവന്റേതാണ്, നീ നിന്റേതല്ല. നീ നിന്റെ ദൈവത്തിനുള്ളവനാണ്, ദൈവത്തിനുള്ളവളാണ്. ദൈവത്തിനറിയാം എന്തനുവദിക്കണം, ദൈവത്തിനറിയാം എങ്ങനെ നടത്തണം, ദൈവത്തിനറിയാം എങ്ങനെ വളർത്തണം, ദൈവത്തിനറിയാം എങ്ങനെ രൂപാന്തരപ്പെടുത്തണം, ദൈവത്തിനറിയാം എങ്ങനെ പൂർണ്ണപ്പെടുത്തണം, ദൈവത്തിനറിയാം നിന്നെ എങ്ങനെയാക്കി തീർക്കണമെന്ന്. നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എന്തിനാണ് ക്രിസ്തുവിനെ തേടുന്നത്? എന്തിനാണ് ക്രിസ്തുവിനെ സമീപിക്കുന്നത്? രോഗം സുഖമാകുവാൻ, കടഭാരം മാറുവാൻ, ജോലി കിട്ടുവാൻ, വിദേശത്ത് പോകുവാൻ, ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ. കർത്താവ് പറയുന്നു, മകനെ മകളെ, ഇതൊക്കെ വെറും ചെറിയ കാര്യങ്ങൾ. ഇതെല്ലാം ഈ കാണുന്ന ലോകത്തിലേക്കുള്ളത്. എനിക്ക് നിന്നെക്കുറിച്ച് നിത്യമായൊരു ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ വിചാരങ്ങളെക്കാൾ എന്റെ വിചാരം ഉയർന്നത്, നിന്റെ വഴികളെക്കാൾ എന്റെ വഴികൾ വളരെ ഉയർന്നത്. എനിക്ക് നിന്നെ എന്നെ പോലെയാക്കി തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഞാൻ എന്നെ പോലെയാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പറയാം, യേശുവേ എനിക്ക് അങ്ങേ പോയാൽ മതി. യേശുവേ എന്നെ അങ്ങേ പോലെയാക്കി തീർക്കണമേ. എന്റെ യേശു എന്നിൽ ഉരുവാകട്ടെ, ക്രിസ്തു എന്നിൽ വളരട്ടെ, ഞാൻ ക്രിസ്തുവിനെ പോലെ ആയിത്തീരട്ടെ. നമ്മുടെ പ്രശ്നങ്ങളെ മറക്കാം, നമ്മുടെ പ്രതികൂലങ്ങളെ മറക്കാം. നമുക്കിങ്ങനെ പറയാം, എനിക്ക് ഒരേ ഒരു ആഗ്രഹം, എന്റെ യേശുവിനെ പോലെയായിത്തീരണം. ആമേൻ. എന്റെ കർത്താവ് എന്നിൽ ഉരുവാകണം. ക്രിസ്തു എന്നിൽ വളർന്ന് വരണം. ക്രിസ്തു എന്നിൽ പൂർണ്ണ പുരുഷനായിത്തീരണം. ഒടുവിൽ ഞാനൊരു ജയാളിയായ ആൺകുട്ടിയായി എന്റെ യേശുവിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടണം. ഇതത്രേ എന്റെ ആഗ്രഹം നമുക്ക് പറയാം.
നമ്മുടെ ആഗ്രഹത്തെ ഏറ്റുപറയാം. വായി തുറന്ന് പറഞ്ഞാട്ടെ, യേശുവേ ഞാൻ നിന്നെപ്പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞാട്ടെ. യേശുവേനെ നിന്നെപ്പോലെ ആക്കണമേ എന്ന് പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപാദയം നമ്മുടെ പേരിൽ പകർന്നുകൊണ്ടിരിക്കുന്നു. നീ ആഗ്രഹിച്ചാൽ ദൈവം നിറവേറ്റി തരും. നീ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യും. സുപരിചിതമായ പഴയ ക്രിസ്തീയ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആലപിക്കാം. യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി എല്ലാവരും ചേർന്ന് പാടാം. ജീവയെ കാത്തിരുന്നു ഞാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ. തീരുമാനത്തോടെ പാടാം. ഞാൻ ഉറപ്പിക്കെന്നെ സുതാത്മാ, ഉറപ്പിക്കെന്നെ എന്നെ സുതാത്മാ, ക്രിസ്തന്മാരെ ഞാൻ മുറ്റും നിറഞ്ഞു സോറിപ്പാൻ, ക്രിസ്തന്മാരെ ഞാൻ മുറ്റും നിറഞ്ഞു സോറിപ്പാൻ. യേശുവെ പോലെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൻ നിത്യം ചേരുവാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൻ നിത്യം ചേരുവാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നിറയ്ക്കായെന്നെ സുഖാത്മാ, ഉറപ്പിക്കെന്നെ നിറയ്ക്കായെന്നെ സുഖാത്മാ, ക്രിസ്തന്മാരെ ഞാൻ നിറഞ്ഞു കൂടിപ്പാൻ, ക്രിസ്തന്മാരെ യേശുവേ അങ്ങെപ്പോലെ ആകുവാൻ, യേശുവേ അവിടുത്തെ വചനം അനുസരിപ്പാൻ, അവിടുത്തെ നോക്കി ജീവിപ്പാൻ, യേശുവേ അങ്ങേ അനുകരിപ്പാൻ, യേശു അങ്ങെപ്പോലെ താഴ്മയുള്ളവനാകുവാൻ, യേശുവേ അങ്ങോടത്ത് നിത്യതയിൽ എന്നേക്ക് വസിപ്പാൻ. ആമേൻ. യേശുവിനോട് ചേരുവാൻ. ഹല്ലേലൂയ. ആമേൻ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കാം പ്രാർത്ഥനയ്ക്കായി. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഈ ആദ്യ ദിവസം തന്നെ ദൈവസഞ്ചയത്തോട് ഇറങ്ങി വന്ന് ദൈവസാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, അനുസമ്പന്നമായ ഒരു സാക്ഷ്യത്തെ ഗ്രഹിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഭരണസാമർത്ഥ്യത്തോടെ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് സവിസ്തരമായി ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങളോട് പോരാടുന്നില്ല, പോരാട്ടങ്ങളിൽ ജയിക്കുവാൻ, പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. പാപത്തോട് പോരാടി ജയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിനോട് പോരാടുന്ന സകല ജഡമോഹങ്ങളെ വിട്ടകന്ന് പോരാടി ജയിച്ച് കർത്താവേ, ക്രിസ്തു
സമ്പൂർണനായ ക്രിസ്തു അവനിലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത് ഞങ്ങളുടെ ഉള്ളിൽ ഉരുവായി പൂർണ്ണപ്പെടുവാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങൾ ജയാളിയായി തിരുങ്കാസനത്തിലേക്ക് എടുക്കപ്പെടുവാൻ തക്കതായ ബലം കർത്താവ് ഞങ്ങൾ തന്ന് സഹായിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ചയക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന് കൂട്ടായവയും കൂടി വന്നിരിക്കുന്നവരോടും ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.